നമസ്കാരം. യാങ് ലൂമാൻ ഗൂഷിങ്ങിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഗൂഷിങ് അവനോട് വീണ്ടും ചോദിച്ചു, നിനക്ക് സത്യമായിട്ടും മാർക്ക് ഫെല്ലർ എവിടെയുണ്ടെന്ന് അറിയാവൂ? എനിക്ക് ഇപ്പോൾ അവൻ എവിടെയുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഞാൻ വാക്ക് തരികയാണ്, മാർക്ക് ഫെല്ലർ എവിടെയുണ്ടെന്ന് കണ്ടെത്തി ഞാൻ നിങ്ങളെ അറിയിക്കും. മാർക്ക് ഫെല്ലറെ കൊടുക്കാനായി യാങ് ലൂമാൻ ഗൂഷിങ്ങുമായി അങ്ങനെ ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലറും മീശയും കൂടി ആ ഡെസർട്ടിൽ അവരുടെ ആ നിലവറകളിലുള്ള സാധനങ്ങൾ എടുത്ത് പുറത്തു വയ്ക്കുന്നത്. മാർക്ക് ഫെല്ലറിന്റെ നിലവറയ്ക്കുള്ളിൽ ആ സ്പിരിച്വൽ സ്റ്റോണുകൾ കാണാതെ വന്നതും മാർക്ക് ഫെല്ലറും മീശയും അതിനെക്കുറിച്ച് ചർച്ച തുടങ്ങി. അപ്പോഴാണ് മീശ മാർക്കിനോട് പറഞ്ഞത്, മാർക്കിന്റെ നിലവറയ്ക്കുള്ളിൽ എന്തെങ്കിലും ഒരു ഡിവൈൻ സെൻസ് കാണും, ആ ഡിവൈൻ സെൻസിന്റെ ഉടമ ആ സ്പിരിച്വൽ സ്റ്റോണുകൾ എടുത്തതാകും. മീശ അങ്ങനെ പറഞ്ഞതും മാർക്ക് സാവധാനം കണ്ണുകൾ അടച്ചു. കണ്ണടച്ച് ധ്യാനത്തിലേക്ക് കടന്ന മാർക്ക് ഫെല്ലർ സാവധാനം തറയിലേക്ക് ചരിയുന്നത് മീശയ്ക്ക് കൃത്യമായി കാണാം. തറയിലേക്ക് ചരിഞ്ഞ മാർക്കിന്റെ ബോഡിയിൽ നിന്ന് മാർക്കിന്റെ ആ ഡിവൈൻ സെൻസ് മാർക്കിന്റെ ആ മാജിക്കൽ ആർട്ടിഫാക്റ്റിന് അകത്തേക്ക് കടന്നു, ആ റിങ്ങിനകത്തേക്ക്. ആ മാജിക്കൽ റിങ്ങിനകത്തേക്ക് കടന്ന മാർക്കിന്റെ ആ ഡിവൈൻ സെൻസ് ആ റിങ്ങിനകത്തേക്ക് പതുക്കെ താഴ്ന്നു തുടങ്ങി. മാർക്കിന്റെ ഫിസിക്കൽ ബോഡി ആ മരുഭൂമിയിൽ തറയിൽ അങ്ങനെ കിടക്കുമ്പോൾ മാർക്കിന്റെ ആ ഡിവൈൻ സെൻസ് ആ റിങ്ങിനകത്തൂടി താഴേക്ക് അങ്ങനെ ഇറങ്ങുകയാണ്. വളരെ ശ്രദ്ധിച്ച് മാർക്ക് ആ റിങ്ങിനകം പരിശോധിക്കുകയാണ്. ആ റിങ്ങിൽ ശരിക്കും മാർക്കിനെ അമ്പരപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വൻ സ്റ്റോറേജ് തന്നെ ആ റിങ്ങിനകത്തുണ്ട്. മാർക്കിന്റെ കൈവശമുള്ള ശവപ്പെട്ടിയും ആ ഡെഡ് ബോഡികളും എന്ന് വേണ്ട സകല സാധനങ്ങളും വെക്കാൻ പറ്റുന്ന അത്രയും വലിപ്പം ആ റിങ്ങിനകത്തുണ്ട്. ഒരു അമ്പരപ്പിക്കുന്ന കപ്പാസിറ്റിയാണ് ആ റിങ്ങിന്. മാർക്ക് ആ നിലവറകളൊക്കെ കഴിഞ്ഞ് വീണ്ടും താഴോട്ട് ഇറങ്ങുകയാണ്. ശരിക്കും താഴോട്ടിറങ്ങി മാർക്ക് ഇപ്പോ രണ്ട് കാലിൽ നിൽക്കുകയാണ്. മാർക്കിന്റെ ഫുൾ ബോഡി പോലെ തന്നെയാണ് മാർക്കിന്റെ ഡിവൈൻ സെൻസും ഇപ്പോ ആ റിങ്ങിനകത്തൂടി സഞ്ചരിക്കുന്നത്. ആ റിങ്ങിനകത്തൂടി മാർക്കിന്റെ ഡിവൈൻ സെൻസ് ദേഹത്തിന്റെ അതേ ശൈലി ആർജിച്ചുകൊണ്ട് അങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങളായി വീക്ഷിക്കുകയാണ്. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് മാർക്ക് ശരിക്കും ഇരുട്ട് കലർന്ന ഒരു സ്ഥലം കണ്ടത്. ആ ഇരുട്ട് കലർന്ന സ്ഥലത്തേക്ക് മാർക്കിനെ അങ്ങോട്ട് നോക്കാനേ പറ്റുന്നില്ല, അത്ര ഇരുട്ടാണ്. ആ ഇരുട്ടത്തേക്ക് മാർക്ക് നോക്കുമ്പോൾ താഴെ നിന്ന് നേർത്ത അളവിൽ ഒരു പ്രകാശം മുകളിലേക്ക് വരുമ്പോൾ മാർക്കിന് തോന്നി. ആ പ്രകാശം മുകളിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ശരിക്കൊരു പ്രഷർ മാർക്കിന് അനുഭവപ്പെട്ടു. മാർക്ക് പെട്ടെന്ന് പുറകോട്ട് മാറി. ആ പ്രകാശം ഇരുട്ടിലേക്ക് നോക്കിയ മാർക്കിനെ പിടികൂടാൻ വേണ്ടി മുകളിലേക്ക് വന്നതുപോലെയാണ് മാർക്കിന് തോന്നിയത്. ഭയന്നുപോയ മാർക്ക് പെട്ടെന്ന് മുകളിലേക്ക് പറന്നുയർന്നു. മാർക്ക് ഫെല്ലർ മുകളിലേക്ക് എത്തി അവന്റെ ബോഡിയിലേക്ക് തിരിച്ചു കയറി. അല്പസമയം കഴിഞ്ഞതും മാർക്ക് ഉണർന്നു. മാർക്ക് ഉണർന്നതും മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്തായി? അല്പനേരം മാർക്ക് എന്തു പറയണമെന്നറിയാതെ നിശബ്ദനായി മീശ തന്നെ അങ്ങനെ നോക്കിയിരുന്നു പോവുകയാണ്. അതിനുശേഷം മാർക്ക് മീശയോട് പറഞ്ഞു, മീശ അകത്ത് എന്തോ ഉണ്ട്. ഏയ് മാർക്ക്, ഞാൻ പറഞ്ഞില്ലേ അകത്ത് ഒരു ഡിവൈൻ സെൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. മീശ ആ ഡിവൈൻ സെൻസ് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിയാൽ എന്തെങ്കിലും കുഴപ്പം വരുമോ? മാർക്ക്, അത് തികച്ചും അപകടമാണ്. ആ ഡിവൈൻ സെൻസിന്റെ ഉടമ ശരിക്കും ശക്തിയുള്ള ആളായിരിക്കും. അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും നമുക്കറിയില്ല. ആ ഡിവൈൻ സെൻസ് അവിടെ ചിലപ്പോ തടങ്കലാകാനും സാധ്യതയുണ്ട്. നിന്റെ സാന്നിധ്യം ആ തടങ്കൽ ഭേദിക്കാൻ ആ ഡിവൈൻ സെൻസിനെ സഹായിക്കുകയാണെങ്കിൽ ചിലപ്പോ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ ആ മാന്ത്രിക നിലവറയ്ക്കുള്ളിൽ ഉണ്ടെന്ന് മീശയ്ക്കും മാർക്കിനും ഏതാണ്ട് വ്യക്തമാണ്. എന്താണ് ആ ദുരൂഹത എന്നുള്ള കാര്യം കൃത്യമായി വേർതിരിച്ചെടുക്കാൻ മീശയ്ക്കും പറ്റുന്നില്ല. മാർക്ക് അനുഭവിച്ച കാര്യങ്ങൾ മീശയോട് പങ്കുവച്ചപ്പോൾ മീശ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അയാളുടെ ഒരു ഒപ്പീനിയൻ മാർക്കുമായി പങ്കുവച്ചതാണ്. എന്തായാലും അതിനുശേഷം അവർ രണ്ടുപേരും കൂടി പതുക്കെ നടന്നു തുടങ്ങി. തികച്ചും വിജനമായ മരുഭൂമിയിലാണ് അവർ രണ്ടുപേരും. അവര് ഒരു ദിശ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാത്രമേ നടക്കാവൂ എന്നുള്ള കാര്യം രണ്ടുപേർക്കും അറിയാം. അങ്ങനെ നടന്നാൽ ആ മരുഭൂമിയുടെ ഒരു എൻഡിലെത്തും. സംശയം തോന്നിയിട്ട് മറ്റേതെങ്കിലും ദിക്കിലേക്ക് നടന്നാൽ നടക്കുന്ന മാത്രമേ മിച്ചം ഉണ്ടാവൂ. ആ കാര്യം മീശയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. മീശ അതുകൊണ്ട് തന്നെ മാർക്കുമായി അങ്ങനെ നടക്കുകയാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവരങ്ങനെ നടന്ന് 3 ദിവസമായപ്പോ ദൂരെ അവർ ഒരു മതില് കണ്ടു. മരുഭൂമിയുടെ തന്നെ ഭാഗമാണ് ആ മതിലും. ഈ മരുഭൂമിയിൽ ആരാ ഈ മതില് കെട്ടിയത്? അങ്ങനെ ഒരു ചോദ്യമാണ് ദൂരെ നിന്ന് ആ മതില് കണ്ടപ്പോൾ മീശയും മാർക്കും പരസ്പരം ചോദിച്ചു പോകുന്നത്. എന്തായാലും രണ്ടുപേർക്കും ആ മതില് കണ്ടപ്പോൾ ഒത്തിരി ആശ്വാസമായി. ആ മതില് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യ നിർമ്മിതിയാണ്. മനുഷ്യരാരെങ്കിലും അവിടെ ഉണ്ടാകും.
ആ ഒരു പ്രതീക്ഷയിൽ അവർ രണ്ടുപേരും കൂടി ആ മതിലിനടുത്തേക്ക് നടന്നു വരുമ്പോൾ അവർക്ക് ആ കാര്യം ഉറപ്പായി. അതൊരു കോട്ട മതിലാണ്. ഒരു വൻ ഏരിയ ആ മതിൽ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. മതിലിന്റെ മറുഭാഗം അവർക്ക് കാണാൻ പറ്റുന്നില്ല. അവരുടെ മുന്നിൽ ഒരു മതിൽ എങ്ങനെ വിലങ്ങനെ നിൽക്കുന്നുണ്ട്. ആ മതിലിന്റെ രണ്ട് എൻഡിലും സ്വാഭാവികമായിട്ടും മതിൽ വളഞ്ഞ് ഒരു കോട്ട സൃഷ്ടിക്കുകയാണ്. പക്ഷെ ആ രണ്ട് എൻഡും അവർക്ക് കാണാൻ പറ്റാത്തത്ര വിശാലമായിട്ടാണ് ആ മതിൽ കെട്ടിയിരിക്കുന്നത്. പക്ഷേ അവർക്ക് മറ്റൊരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. ആ മതിലിൽ ഒരു വലിയ കോട്ടവാതിലുണ്ട്. അവര് ആ കോട്ടവാതിലിന്റെ അടുത്തേക്ക് എത്തി. കോട്ടവാതിൽ തുറന്നു കിടക്കുകയാണ്. മാർക്കും മീശയും കൂടി ആ കോട്ടയ്ക്കകത്തേക്ക് കടന്നു. ഈ മരുഭൂമിക്കുള്ളിൽ ആരാ ഇത്തരത്തിലൊരു കോട്ട കെട്ടിയത്? ആ ചിന്തയോടുകൂടിയാണ് മാർക്ക് ഫെല്ലറും മീശയും അകത്തേക്ക് കടന്നത്. ആ കോട്ടവാതിലിനകത്തേക്ക് കടക്കുമ്പോഴാണ് മാർക്കും മീശയും ഒന്നുകൂടെ ഞെട്ടുന്നത്. ആ കോട്ടയ്ക്കുള്ളിൽ ശരിക്കും മരങ്ങളുണ്ട്, പുഴകളുണ്ട്, പുൽമേടുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, വളരെ മനോഹരമായി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ടൗൺ തന്നെ അതിനകത്തുണ്ട്. ഈ മരുഭൂമിക്കുള്ളിൽ ഈ ശൈലിയിൽ ഒരു സാമ്രാജ്യം, ഒരു സ്വർഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ആർക്കാണെങ്കിലും അവർ ശരിക്കും അസാമാന്യരാണെന്ന് രണ്ടുപേർക്കും ആ നിമിഷത്തിന് മനസ്സിലായി. ആരാണവർ? അതറിയാൻ വേണ്ടി മാർക്കും മീശയും മുന്നോട്ട് നടക്കുകയാണ്. ഏകദേശം ഒരു 100-200 മീറ്റർ അവര് ആ കോട്ടവാതിൽ നിന്ന് അകത്തേക്ക് നടന്നു കാണും. പെട്ടെന്നാണ് ഒരു ശബ്ദം അവരെ തേടി വന്നത്. ഏയ്, ആരാ നിങ്ങൾ? ചോദ്യം കേട്ട ദിക്കിലേക്ക് അവർ രണ്ടുപേരും നോക്കുമ്പോൾ അവരുടെ നേരെ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ആ നടന്നു വന്ന ചെറുപ്പക്കാരൻ മാർക്ക് ഫെല്ലർക്കും മീശയ്ക്കും മുന്നിലെത്തിയതും രണ്ടുപേരെയും ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കി. രണ്ടുപേരെയും ആപാത ചൂടം ഒന്ന് നോക്കുകയാണ്. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ കൂടി അയാളുടെ ചോദ്യം ആവർത്തിച്ചു. ഏയ്, ആരാ നിങ്ങൾ? സുഹൃത്തെ, ഞങ്ങൾ മരുഭൂമിയിൽ പെട്ടുപോയ 2 യാത്രക്കാരാണ്. വഴിതെറ്റി ഇവിടേക്ക് വന്നതാണ്. ദയവായി ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകാനുള്ള വഴി പറഞ്ഞു തരണം. ആ ചെറുപ്പക്കാരനോട് വളരെ മാന്യമായിട്ടാണ് മീശ ആ കാര്യം പറഞ്ഞത്. അത് കേട്ടതും ആ ചെറുപ്പക്കാരൻ മീശയോട് ചോദിച്ചു, ഏയ്, അങ്ങനെ വഴിതെറ്റി ആരും ഇവിടെ എത്തില്ല. നിങ്ങൾ രണ്ടുപേരും ചാരന്മാരല്ലേ? തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് ആ ചെറുപ്പക്കാരൻ മീശയോടും മാർക്കിനോടും ചോദിച്ചത്. അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമല്ല, അയാൾ ഒന്ന് വിരലിഞ്ഞൊടിക്കുകയും ചെയ്തു. അയാൾ ആ വിരലിഞ്ഞൊടിച്ചതും പല ഭാഗത്തുനിന്നായിട്ട് അനവധി ആളുകൾ അങ്ങോട്ടേക്ക് വന്നു. ആ വരുന്ന ആളുകളൊക്കെ അവരുടെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്തു തുടങ്ങിയതും മാർക്കിനും മീശയ്ക്കും ഒരു കാര്യം ബോധ്യമായി. അവരെ വളഞ്ഞിരിക്കുന്നത് ശരിക്കും ഹാസ്റ്റ് മാർഷൽ സെയിന്റുകളാണ്. മറ്റൊരു കാര്യം കൂടി അവർക്ക് മനസ്സിലായി. അവരെല്ലാം ഡീമനിക് ബീസ്റ്റുകളാണ്. മൃഗങ്ങളായി ജനിച്ച് മനുഷ്യരായി കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മോൺസ്റ്ററുകളാണ് തങ്ങളെ വളഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായതും മീശയും മാർക്കും അവരോട് പറഞ്ഞു, ഏയ്, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഹേയ്, ഞങ്ങൾ ചോദിച്ചില്ലല്ലോ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണോ അല്ലയെന്ന്. നിങ്ങളെ ഞങ്ങൾക്ക് തീർക്കാൻ പോവുകയില്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൽ 2 പേർ മാർക്കിനും മീശയ്ക്ക് നേരെ കുതിച്ചു. അപകടം മനസ്സിലാക്കിയ മാർക്ക് തന്നെ നേരെ ശക്തമായി പഞ്ച് ചെയ്ത വ്യക്തിക്ക് തിരിച്ചൊരു പഞ്ച് കൊടുത്തു. മാർക്ക് ഫെല്ലറുടെ ആ പഞ്ച് മാർക്കിനെ പഞ്ച് ചെയ്ത ആ ആളിന് നേരെ കൊടുത്തതും ആ വ്യക്തി ഒത്തിരി പുറകോട്ട് തള്ളപ്പെട്ടു. സ്വാഭാവികമായിട്ടും ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് അതൊരു അതിശയം ഉണ്ടാക്കുകയാണ്. ഒരു ഹാഫ് ഓഫ് മാർഷൽ സെയിന്റ് ആണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലറെ ഇടിച്ചത്. പക്ഷെ അയാളെ തിരിച്ച് ഇടിച്ച് തെറിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, എതിരാളി ശക്തനാണ്. മാർക്ക് ഫെല്ലർ ശക്തനായ ഒരു എതിരാളിയാണെന്ന് മനസ്സിലായതും ആ വളഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് ശരിക്കും സന്തോഷം തോന്നുകയാണ്. അവര് ഒന്നിച്ച് മാർക്കിന് നേരെ കുതിച്ചു. ആ സമയത്തിന് മറുഭാഗത്തുള്ള ആളുകൾ മീശയ്ക്ക് നേരെ കുതിച്ചു. മാർക്കിന് നേരെ ആ ആളുകൾ കുതിച്ചു വന്നതും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു ഗോൾഡൻ പ്രകാശം ഉണ്ടായി. ശരിക്കും സുവർണ പ്രകാശത്തിലേക്ക് കുളിച്ച മാർക്ക് ഫെല്ലറും ആ ഹാഫ് ഓഫ് മാർഷൽ സെയിന്റുകൾ തമ്മിൽ ശക്തമായ സംഘടന ആരംഭിച്ചു. മാർക്കും അവരും തമ്മിലുള്ള ആ സംഘടന അങ്ങനെ കൊഴുക്കുമ്പോൾ 2 ഭാഗവും ഏതാണ്ട് കട്ടക്കട്ടയ്ക്ക് നിൽക്കുകയാണ്. മാർക്കിനെ എതിരിടുന്നത് ഏകദേശം 1 ഡസനോളം ഹാഫ് ഓഫ് മാർഷൽ സെയിന്റുകളാണ്. ഇത്രയും ഹാഫ് ഓഫ് മാർഷൽ സെയിന്റുകളെ മാർക്ക് ആദ്യമായിട്ടാണ് ഒരുമിച്ച് നേരിടുന്നത്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് മാർക്കിനുണ്ട്. പെട്ടെന്നാണ് മാർക്ക് ഇടം കണ്ടിട്ട് മീശയെ നോക്കിയത്. മാർക്കിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മീശയും ഏകദേശം 8ഓളം ഹാഫ് ഓഫ് മാർഷൽ സെയിന്റുകളെ നേരിടുകയാണ്. ആകെയുള്ള 20 പേർ 8-12 എന്ന അളവിൽ മാർക്കിനെയും മീശയും ആക്രമിക്കുകയാണ്. മീശയുടെ ആ മാർഷൽ എബിലിറ്റി മാർക്കിനെ തെല്ലുന്നില്ല അമ്പരപ്പിച്ചത്. മീശ വിട്ടുകൊടുക്കാതെ ആ 8 പേരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റ് മീശയും മാർക്കും കൂടി
തങ്ങളെ വളഞ്ഞിരിക്കുന്ന ആ ഹാഫ് മാർഷൽ സെയിന്റുകളെ അതിശക്തമായി പ്രതിരോധിക്കുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇങ്ങനെ പോയാൽ നമ്മൾ ചിലപ്പോൾ വീണു പോകും. മീശ സിസ്റ്റം ശരിക്കും അവലോകനം നടത്തിയിട്ടാണ് ആ ഡയലോഗ് മാർക്കിനോട് പറഞ്ഞത്. മാർക്കിനും ഏകദേശം അത് ബോധ്യമാണ്. ആ ഹാഫ് മാർഷൽ സെയിന്റുകളുമായി മാർക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായും മാർക്കിന്റെ ഇന്റേണൽ എനർജി കുറഞ്ഞു വരും. ആ ചിന്ത മാർക്കിന്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് മാർക്കിന്റെ മനസ്സിലേക്ക് സാക്ഷാൽ ലിറ്റിൽ ബ്ലാക്ക് കടന്നു വന്നത്. ജിങ്ഡോ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഗ്രാനി ക്യൂനിന്റെ വളർത്തുമകൻ എന്ന് വിളിപ്പേരുള്ള ലിറ്റിൽ ബ്ലാക്ക് ഇതുപോലെ ഒരു ഡീമനിക് ബീസ്റ്റാണ്. അവൻ പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ പില്ല് കഴിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു പൈത്തണിൽ നിന്ന് മനുഷ്യരിലേക്ക് മാറിയത്. പക്ഷെ ഇവിടെ കാണുന്ന ആ ഡീമനുകളൊന്നും അങ്ങനെയല്ല. അവരൊക്കെ എത്രയോ കാലത്തെ നിരന്തരമായ അഭ്യാസത്തിന്റെ ഫലമായിട്ട് അവരുടെ ബോഡിയിൽ ചേഞ്ചുകൾ സ്വാഭാവികമായി വന്ന് അവർ മനുഷ്യരൂപത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ്. ബ്ലാക്കിയും ഇവിടെയുള്ള ആ ഡീമനുകളും രണ്ട് ശൈലിയിലാണ് മനുഷ്യരൂപം എടുത്തതെങ്കിലും രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഒരേ സാമ്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മാർക്കിന് തോന്നിയതും മാർക്കിന്റെ നെറ്റിയിൽ ആ ഡിവൈൻ ഡ്രാഗൺ ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് ആ ഡീമനിക് ബീസ്റ്റുകളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ നെറ്റിയിൽ പെട്ടെന്ന് ഒരു തിളക്കമുണ്ടായി. ശരിക്കും ഡിവൈൻ ഡ്രാഗൺ പവർ ശക്തമായി മാർക്കിന്റെ നെറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്നതും മാർക്കിന് നേരിട്ടുകൊണ്ടിരുന്ന ആ ഡീമനിക് ബീസ്റ്റുകൾ ശരിക്കും വിളറി. പെട്ടെന്ന് സകലം ഞെട്ടി പുറകോട്ട് മാറുകയാണ്. മാർക്കിന്റെ മുന്നിൽ നിന്ന് ആ ഡീമനുകൾ ഞെട്ടി പുറകോട്ട് മാറിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മീശ നേരിട്ടുകൊണ്ടിരുന്ന ആ ഡീമനുകളും പിന്മാറി. അവരെല്ലാവരും പേടിച്ചരണ്ട് ഒരു ദിക്കിലേക്ക് മാറി നിൽക്കുകയാണ്. 20 ഹാഫ് മാർഷൽ സെയിന്റുകളാണ് ഒരു മൂലയിലേക്ക് പേടിച്ച് മാറിയത്. മാർക്ക് ഫെല്ലറുടെ നെറ്റിയിലെ ആ ഡിവൈൻ ഡ്രാഗൺ പവർ അവരെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. ഡീമനുകൾ വന്യമൃഗങ്ങളാണ്. ആ വന്യമൃഗങ്ങൾക്ക് ഡ്രാഗണോടുള്ള ഭയം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. ഡ്രാഗണുകൾ ഈ ഭൂമി അടക്കി വാണിരുന്ന സമയത്ത് അവർ മറ്റു മൃഗങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ആ ഭയം അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. മാർക്കിന്റെ നെറ്റിയിലെ ഡ്രാഗണയും ആ ഡ്രാഗണിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രകാശത്തെയും സ്വയം അനുഭവിച്ച ആ ഡീമനുകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ ഭയത്തെ മറികടക്കാൻ പറ്റുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അവരങ്ങനെ ഭയന്ന് പിന്മാറിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് നടന്നു വരുന്നത് മാർക്ക് ഫെല്ലറുടെയും മീശയുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ശരിക്കും നല്ല പൊക്കമുള്ള വെളുത്ത തലമുടിയുള്ള ആ ചെറുപ്പക്കാരൻ ആ സംഘടന നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വരുന്ന കണ്ടതും മാർക്കിനെ കണ്ട് പേടിച്ചു നിൽക്കുന്ന ആ ഹാഫ് മാർഷൽ സെയിന്റുകൾ ഒന്നടങ്കം ആ മനുഷ്യനെ നോക്കി തൊഴുതു. ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവര് അദ്ദേഹത്തെ നോക്കി തൊഴുതപ്പോ മാർക്കിനടുത്ത് നിൽക്കുന്ന മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പ്രശ്നമാണ്. ഏയ് മീശ, എന്താ അങ്ങനെ പറഞ്ഞത്? മാർക്ക്, നമുക്ക് തൊടാൻ കഴിയുന്ന ആളല്ല ആ വരുന്നത്. മീശ അങ്ങനെ പറഞ്ഞിട്ട് മാർക്കിന്റെ മുന്നിലോട്ട് കയറി. അപ്പോഴേക്കും മാർക്ക് ഫെല്ലർ ആ ഡിവൈൻ ഡ്രാഗൺ പവർ പിൻവലിച്ചിരുന്നു. ആ സമയത്താണ് ആ നീളമുള്ള വെളുത്ത തലമുടിയുള്ള ആ മനുഷ്യൻ നടന്ന് ആ ഹാഫ് മാർഷൽ സെയിന്റുകളുടെ അടുത്തേക്ക് എത്തിയത്. അവിടേക്ക് എത്തിയ ആ മനുഷ്യനോട് കൈകൂപ്പിക്കൊണ്ട് മീശ പറഞ്ഞു, ക്ഷമിക്കണം ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിൻ, ഞങ്ങൾ 2 വഴിയാത്രക്കാരാണ്. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയപ്പോൾ ഇവിടെ വന്നു പെട്ടതാണ്. ദയവായി ഞങ്ങൾ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം. അങ്ങനെ ഇമ്മോർട്ടൽ ക്രെയിൻ എന്ന് വിളിക്കപ്പെട്ട ആ വ്യക്തിയോട് മീശ പറഞ്ഞതും ഇമ്മോർട്ടൽ ക്രെയിൻ അയാളുടെ കൈ ഒന്ന് അനക്കി. ശരിക്കും ഒരു സ്ലോ മോഷൻ ശൈലിയിൽ അയാൾ ആ കൈ ഒന്ന് അനക്കി മുകളിലേക്ക് കൊണ്ടുവന്നതും അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഫോഴ്സ് കാണാൻ കഴിയാത്ത ശൈലിയിൽ മുന്നോട്ട് വന്നു. ശരിക്കും അയാൾ കൈ ഒന്ന് അനക്കിയത് എന്തോ കയ്യിൽ നിന്ന് തെറിക്കും പോലെ ഒരു ഫീല് അത് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷെ അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് മീശ തെറിച്ചു പോകുന്നതാണ്. മാർക്ക് ഫെല്ലറുടെ തലയ്ക്ക് മുകളിലൂടെ മീശ തെറിച്ച് ദൂരേക്ക് വന്നു വീണു. അത് കണ്ടതും മാർക്ക് ഫെല്ലർ വീണ്ടും ഡിവൈൻ ഡ്രാഗൺ പവർ ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് ഡിവൈൻ ഡ്രാഗൺ പവർ ആക്ടിവേറ്റ് ചെയ്തതും ആ ഇമ്മോർട്ടൽ ക്രെയിനും ഒന്ന് പതറി. അയാൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു. സ്വാഭാവികമായിട്ടും ആ ഡിവൈൻ ഡ്രാഗൺ പവർ ഇമ്മോർട്ടൽ ക്രെയിനിന് ഒപ്പമുള്ള ബാക്കിയുള്ള ആളുകളെയും ഒന്ന് ഭയപ്പെടുത്തി. ആ ഭയം സകലരിലും ദൃശ്യമായതും മാർക്ക് ഫെല്ലർ ഒന്ന് ചിരിച്ചു. ഏയ്, നിങ്ങൾ എത്ര ശക്തരാണെങ്കിലും ഈ ഡിവൈൻ ഡ്രാഗൺ പവറിന് മുന്നിൽ നിങ്ങൾ ആരും ഒന്നുമല്ല. ഞാനും എന്റെ സുഹൃത്തും പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾ യാദൃശ്യവശാൽ ഇവിടെ വന്നു പെട്ടതാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകാനുള്ള വഴിയാണ് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. മാർക്ക് ഫെല്ലർ ശരിക്കും ആധികാരികമായി ആ വാചകങ്ങൾ പറഞ്ഞപ്പോൾ ഇമ്മോർട്ടൽ ക്രെയിൻ
വീണ്ടും അയാളുടെ കൈ ഒന്ന് ഉയർത്തി. അത് കണ്ടതും മാർക്ക് ചിരിച്ചു. എന്റെ ഡിവൈൻ ഡ്രാഗൺ പവറിനെ എതിർക്കാൻ പോവുകയാണ്? അങ്ങനെ ചോദിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നടന്നതും ഇമോർട്ടൽ ക്രെയിൻ കൈ ഒന്ന് അനക്കി. ഇമോർട്ടൽ ക്രെയിൻ കൈ ഒന്ന് അനക്കിയതും ശക്തമായൊരു ഫോഴ്സ് മാർക്കിന്റെ പുറത്തേക്ക് വന്നിടിച്ചതുപോലെ മാർക്കിന് തോന്നി. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്ക് തെറിച്ചു. മാർക്ക് ഫെല്ലർ കണ്ണു തുറക്കുമ്പോൾ മാർക്ക് ഒരു ജയിൽ മുറിയിലാണ്. കണ്ണു തുറന്ന മാർക്കിന്റെ ശ്രദ്ധ ആദ്യം പിടിച്ചു പറ്റിയത് മീശയുടെ കൂർക്കം വലിയാണ്. ആ ജയിൽ മുറിക്കകത്ത് മീശ സുഖമായി കിടന്നുറങ്ങിയാണ്. ശരിക്കും കൂർക്കം വലിച്ചുറങ്ങിയാണ്. അത് കണ്ടതും മാർക്ക് കാലുയർത്തി ഒരൊറ്റ ചവിട്ട്. മീശയുടെ മൂട്ടിൽ ചവിട്ട് കിട്ടിയപ്പോൾ മീശ തിരിഞ്ഞു വീണു. അവിടെ കിടന്ന് പിന്നെ ഉറങ്ങുകയാണ്. ഈ മീശയെ കൊണ്ട് തോറ്റല്ലെന്ന് കരുതി എണീറ്റ മാർക്ക് മീശയുടെ രണ്ട് ചെവിയിൽ പിടിച്ചു. ചെവിയെ പിടിച്ച് പൊക്കി. ചെവിയെ പിടിച്ച് പൊക്കിയിട്ടും മീശ കണ്ണുറക്കുന്നില്ല. മാർക്ക് മീശയെ ചെവി പിടിച്ച് അങ്ങനെ പൊക്കി ഒന്ന് അനക്കിപ്പോ അവസാനം അയാൾ ഒരു പരുവത്തിൽ കണ്ണുറന്നു. മാർക്ക്, നീ എന്താ ഉറങ്ങാൻ സമ്മതിക്കാത്തത്? മീശ, നീ എന്ത് പറയുന്നത്? നമ്മൾ ജയിലിലാണ്. അതിനെന്താ, ജയിലിലായ ഉറങ്ങിക്കൂടെ? മീശയുടെ ചോദ്യത്തിനകത്ത് ന്യായമുണ്ട്. ജയിലിലായാൽ ഉറങ്ങിക്കൂടെ? മാർക്ക് അതിനെന്താണ് മറുപടി പറയേണ്ടതെന്ന് ആലോചിക്കുമ്പോഴേക്കും ആ ജയിലിന്റെ വാതിൽക്കൽ ഒരാൾ വന്നു. അയാള് ആ വാതിൽ തുറന്നു. നിങ്ങൾ രണ്ടുപേരെയും ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിൻ വിളിക്കുകയാണ്. അത് കേട്ടതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ ഇമ്മോർട്ടൽ ക്രെയിൻ നമ്മളെ തിന്നാനുള്ള പരിപാടിയായിരിക്കും. ഡീമനിക് ബീസ്റ്റുകളുടെ ആഹാരം പലപ്പോഴും ഇതുപോലുള്ള മനുഷ്യന്മാരാണ്. മാർക്കിനെയും മീശയും അന്നത്തെ ആഹാരത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണെന്നുള്ള ഒരു തോന്നൽ മീശയ്ക്കുണ്ടായിരുന്നു. മീശ അത് മാർക്കുമായി പങ്കുവച്ചതാണ്. മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, വിഡ്ഢിത്തരം പറയാതെ, നമ്മളെ കൊല്ലണമായിരുന്നെങ്കിൽ അയാൾ നേരത്തെ കൊന്നനെ. മാർക്കിനെയും മീശയും വെറുതെ കൈ അനക്കത്തിലൂടെ മാത്രം ബോധരഹിതരാക്കാൻ പറ്റിയ ആ കക്ഷിക്ക് അവരെ കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മാർക്കിന് അറിയാം. അത് കേട്ടതും മീശ മാർക്കിനോട് പറഞ്ഞു, വാ, എന്നാ പിന്നെ നമുക്ക് നോക്കാം. മാർക്കും മീശയും കൂടി ആ ജയിലിൽ അവരെ കാണാൻ വന്ന ആ വ്യക്തിക്കൊപ്പം പുറത്തേക്ക് നടന്നു. അവര് ജയിലിൽ നിന്ന് പുറത്തെത്തി അങ്ങനെ നടക്കുകയാണ്. അനവധി വളവുകളും തിരിവുകളും ഉള്ള വഴികളിലൂടെ അവരെയും കൊണ്ട് ആ ജയിൽ ഉദ്യോഗസ്ഥൻ നടക്കുമ്പോൾ മാർക്കും മീശയും ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുകയാണ്. സ്വർഗം പോലെ മനോഹരമായ ഒരു സ്ഥലത്തുകൂടിയാണ് അവരിപ്പോൾ നടക്കുന്നത്. നടന്ന് അവർ കൊട്ടാര സദൃശ്യമായ ഒരു കെട്ടിടത്തിന്റെ മുന്നിലെത്തി. ഇതിനിടയിൽ അവർ അനവധി ആളുകളെ കണ്ടിരുന്നു. അതുപോലെ അനവധി സംഭവങ്ങളും കണ്ടിരുന്നു. അവിടെയൊന്നും നിർത്താതെയാണ് ആ ഉദ്യോഗസ്ഥൻ മാർക്കിനെ മീശയും ആ കൊട്ടാരത്തിന് മുന്നിൽ എത്തിച്ചത്. കൊട്ടാരത്തിന് മുന്നിൽ അവരെത്തിയതും ആ ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അകത്തേക്ക് ചെല്ലുക. ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മാർക്ക് ഫെല്ലറും മീശയും കൂടി ആ കൊട്ടാരവാതിലിന്റെ അകത്തേക്ക് കടന്നു. അകത്തേക്ക് അവർ കടക്കുമ്പോൾ അവിടെ തുറസായ ഒരു പ്ലേസിൽ ഒരു ടേബിളിനടുത്ത് സാക്ഷാൽ ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിൻ ഇരിക്കുന്നത് ദൂരെ നിന്നേ മാർക്ക് ഫെല്ലർക്കും മീശയ്ക്കും കാണാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരും നടന്ന് ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിന്റെ മുന്നിലെത്തി. അവരവിടെ എത്തിയതും ഇമ്മോർട്ടൽ ക്രെയിൻ മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, നീ ഈ ഡിവൈൻ ഡ്രാഗൺ പവർ എങ്ങനെയാ കരസ്ഥമാക്കിയത്? മാർക്ക് ഫെല്ലർ അവന് ഡിവൈൻ ഡ്രാഗൺ പവർ ലഭിച്ച സംഭവം ഇമ്മോർട്ടൽ ക്രെയിനോട് സൂചിപ്പിച്ചു. ഹെക്ടർ ടെങ് ഒരു ദ്വീപിൽ ഡിവൈൻ ഡ്രാഗൺ പവർ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ അത് മാർക്ക് നേടിയ വിധമാണ് മാർക്ക് ഇമ്മോർട്ടൽ ക്രെയിനോട് പറഞ്ഞത്. അത് കേട്ടതും ഇമ്മോർട്ടൽ ക്രെയിൻ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഓക്കെ, നിനക്ക് ഞാനൊരു ചാൻസ് തരാം. ഇന്നു മുതൽ നീ എന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസിൽ എനിക്ക് സംതൃപ്തി ഉണ്ടായാൽ നീ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു തരാം. ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിൻ ആ കാര്യം പറഞ്ഞപ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ രക്ഷപ്പെട്ടു. മീശ അത് പറഞ്ഞതും മാർക്ക് മീശയൊന്ന് നോക്കിയിട്ട് ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡിയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഇമ്മോർട്ടൽ ക്രെയിൻ മാർക്കിനോട് പറഞ്ഞു, നീ നിന്റെ ഡിവൈൻ ഡ്രാഗൺ പവർ ഉപയോഗിച്ച് എന്നെ അറ്റാക്ക് ചെയ്യണം. ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിൻ, അങ്ങ് ഒരു മാർഷൽ സെയിന്റ് അല്ലേ, അങ്ങയോട് ഞാനെങ്ങനെ എതിരിടും? പേടിക്കണ്ട, ഞാൻ എൻ്റെ ലെവല് നിന്റെ ലെവലിനൊപ്പം താഴ്ത്താം. നമ്മുടെ രണ്ടുപേരുടെയും ലെവൽ ഈക്വൽ ആയതിനു ശേഷം നമുക്ക് ഫൈറ്റ് ആരംഭിക്കാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ മാർക്കിനെയും കൊണ്ട് ആ ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. വളരെ വിശാലമായ ഒരു പ്രാക്ടീസ് പ്ലേസിലേക്കാണ് ഇമ്മോർട്ടൽ ക്രെയിൻ മാർക്കിനെ കൊണ്ടുവന്നത്. മീശയും കൂടെയുണ്ട്. മീശ ആ പ്ലേസിന് പുറത്ത് ഒരു സ്ഥലത്ത് ഇരുന്നു. മാർക്കും ഇമ്മോർട്ടൽ ക്രെയിനും തമ്മിൽ ഒരു ഫൈറ്റ് ആരംഭിക്കുകയാണ്. ഇമ്മോർട്ടൽ ക്രെയിൻ മാർക്കിനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്?
എൻ്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. ഓക്കെ മാർക്ക്, നീ ഇതിൻ്റെ ഡിവൈൻ ഡ്രാഗൺ പവർ പൂർണ്ണമായും ഉപയോഗിക്കണം. എനിക്ക് ആ ഡിവൈൻ ഡ്രാഗൺ പവർ ഒരു ഭയം ഉണ്ടാക്കും. ആ ഭയത്തെ അതിജീവിക്കണമെങ്കിൽ എനിക്ക് ആ ഡിവൈൻ ഡ്രാഗൺ പവർ ഉള്ള ആളെ തോൽപ്പിച്ചാലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ഫൈറ്റ് സംഘടിപ്പിക്കുന്നത്. ഡിവൈൻ ഡ്രാഗൺ പവറിനോടുള്ള ഭയം ഇമോർട്ടൽ ക്രെയിൻ്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അയാൾ പക്ഷേ ഒരു മാർഷൽ സെയിന്റ് ആയത് കാരണം അയാൾക്ക് ഭയത്തെ മറികടക്കാൻ ഒരു പരുവത്തിൽ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് മാർക്കിനെ പരാജയപ്പെടുത്താൻ നേരത്തെ ഇമോർട്ടൽ ക്രെയിന് പറ്റിയത്. ഇമോർട്ടൽ ക്രെയിൻ അയാളുടെ ശക്തി മാർഷൽ സെയിന്റിൽ നിന്ന് ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റിലേക്ക് കുറച്ചതിന് ശേഷം മാർക്കുമായി എതിരിടുകയാണ്. ഇമോർട്ടൽ ക്രെയിൻ അയാളുടെ പവർ അയാളുടെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ട് മുന്നോട്ട് കുതിച്ചു. മാർക്ക് ഫെല്ലറും മുന്നോട്ട് കുതിച്ച മാർക്കിന്റെ കൈയും ഇമോർട്ടൽ ക്രെയിന്റെ കൈ തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടി. ആ കൂട്ടിമുട്ടൽ ശരിക്കൊരു സ്ഫോടനം അവിടെ ഉണ്ടാക്കിയെന്ന് പറയാം. രണ്ടുപേരും പുറകോട്ട് മാറി. ഇമോർട്ടൽ ക്രെയിൻ അയാളുടെ കയ്യിലേക്ക് നോക്കി. അയാളുടെ കയ്യിൽ പരിക്ക് വീണിട്ടുണ്ട്. അതേസമയത്ത് മാർക്കും കയ്യിലേക്ക് നോക്കുകയാണ്. മാർക്കിന്റെ കൈ ഏതാണ്ട് പൊട്ടിയിട്ടുണ്ട്. ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റിന്റെ പവറിലേക്ക് സ്വന്തം പവർ ഇമോർട്ടൽ ക്രെയിൻ താഴ്ത്തിയെങ്കിലും ഇമോർട്ടൽ ക്രെയിന്റെ ബോഡി ഒരു മാർഷൽ സെയിന്റിന്റെ ബോഡിയാണല്ലോ. ആ ബോഡിക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്, ഒരു ടഫ്നെസ് ഉണ്ട്. അതുമാത്രമല്ല, മനുഷ്യരുടെ കൂട്ടത്തിലുള്ള മാർഷൽ സെയിന്റിനെ അപേക്ഷിച്ച് വളരെ വളരെ ശക്തരാണ് ഡീമനിക് മാർഷൽ സെയിന്റുകൾ. ആ യാഥാർത്ഥ്യം മാർക്ക് ഇതാ തിരിച്ചറിയുകയാണ്. മാർക്ക് അനവധി സ്റ്റെപ്പ് പുറകോട്ട് മാറിയിട്ടുണ്ട്. മാർക്ക് പിന്നെയും മുന്നോട്ട് കുതിച്ചു. അവർ തമ്മിലുള്ള ആ ഫൈറ്റ് ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിന്നു. 3 മണിക്കൂറായപ്പോൾ ഇമോർട്ടൽ ക്രെയിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി നമുക്ക് അല്പനേരം റെസ്റ്റ് എടുക്കാം. ഇമോർട്ടൽ ക്രെയിൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് മീശയുടെ അടുത്തേക്ക് മടങ്ങി. മീശയും മാർക്കിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ട വിഭവങ്ങളൊക്കെ അവിടെ ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടീയും സ്നാക്സും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഏയ് മീശ, അങ്ങനെയല്ല, ഞാനും അദ്ദേഹത്തിൽ നിന്ന് പലതും പഠിക്കുകയാണ്. ഏയ് മാർക്ക്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ അവസരത്തിലും നീ പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് മീശ മാർക്കിനോട് ഒന്നുകൂടി വ്യക്തമാക്കി, മാർക്ക്, നിനക്കറിയാമല്ലോ മാർഷൽ സെയിന്റായ ഒരു ഡീമന്റെ ബോഡിയുടെ കപ്പാസിറ്റി. ആ ബോഡി തകർക്കാൻ ആർക്കും പറ്റില്ല. ആ ധാരണയാണ് നീ യഥാർത്ഥത്തിൽ ഇവിടെ തിരുത്തുന്നത്. ആ സംഭാഷണത്തിന് ശേഷം വീണ്ടും മാർക്ക് ഫെല്ലറും ഇമോർട്ടൽ ക്രെയിനും തമ്മിലുള്ള ആ ഫൈറ്റ് ആരംഭിച്ചു. അന്ന് 3 തവണയാണ് മാർക്കും ഇമോർട്ടൽ ക്രെയിനും തമ്മിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്തത്. ആ പ്രാക്ടീസ് പിറ്റേ ദിവസവും തുടർന്നു. ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരാഴ്ച കടന്നുപോയത്. മാർക്ക് ഫെല്ലറും ഇമോർട്ടൽ ക്രെയിനും തമ്മിലുള്ള ആ ഫൈറ്റ് അങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ മാർക്കിന് തന്റെ ശക്തി വർദ്ധിക്കുന്ന പോലെ ഒരു ഫീല് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും മാർക്കിന് അറിയാം താൻ എതിരിടുന്നത് ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റിനെ മാത്രമാണ്. ആ ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റുമായി എതിരിട്ടാൽ തന്റെ ശക്തി അങ്ങനെ അധികം വർദ്ധിക്കില്ല എന്നൊരു തോന്നലും മാർക്കിന്റെ മനസ്സിലുണ്ട്. എന്നാൽ മാർക്കിന്റെ ഉള്ളിൽ മാർക്കിന് അറിയാം മാർക്കിന്റെ ശക്തി വർദ്ധിക്കുന്നു. പെട്ടെന്ന് ഒരാഴ്ച കൂടി കടന്നുപോയി. അവർ തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. എല്ലാ ദിവസവും 3 സെക്ഷനിലായിട്ട് അവർ ആ ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യണം. ഈ സമയത്ത് ന്യൂ സെലസ്റ്റിലും ചുറ്റുപാടും സെക്ഷൻ ടോറസ് ഒരു ടെററായി മാറിക്കഴിഞ്ഞു. സ്കൈ ബ്ലഡ് റെയിൻബോ എന്ന ആ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷനിലെ ടോറസ് അയാളുടെ കൾട്ടിവേഷന് വേണ്ടി ഇപ്പോൾ മുതൽക്കൂട്ടാക്കുന്നത് മാർഷൽ ആർട്ടിസ്റ്റുകളുടെ സോളിനെയാണ്, അല്ലെങ്കിൽ ഡിവൈൻ സെൻസിനെയാണ്. ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്ന ടോറസ് എന്ന ആ സ്കൈ ബ്ലഡ് റെയിൻബോ അയാളുടെ ആ സ്കെലിറ്റൻ ആർമി ഉപയോഗിച്ച് ഓട്ടർ എന്ന മാർഷൽ സെയിന്റിനെ കൊന്ന സമയത്ത് ആ മാർഷൽ സെയിന്റിന്റെ നേസന്റ് സോള് അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ടോറസ് ആ സോളിനെ പിടികൂടുകയും വിഴുങ്ങുകയും ചെയ്ത കാഴ്ച പലരും കണ്ടതാണ്. അതേ ശൈലിയിൽ മാർഷൽ ആർട്ടിസ്റ്റുകളെ തിരഞ്ഞു പിടിച്ച് കൊന്ന് അവരുടെ ഡിവൈൻ സെൻസ് എടുത്ത് അയാളങ്ങനെ വിഴുകിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറും കൂട്ടരുമൊക്കെ സ്പിരിച്വൽ എനർജി ശരീരത്തിലേക്ക് എത്തിക്കാൻ പല മാർഗങ്ങളും നോക്കുമ്പോൾ ഇവിടെ ആളുകളുടെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുന്ന ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ ആ സ്കൈ ബ്ലഡ് റെയിൻബോ വല്ലാത്തൊരു ടെററായി ന്യൂ സെലസ്റ്റിലും ചുറ്റുപാടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. കോങ് യാനിക്കും യാവോ മെങ്ങും ചൂ ഹെഡും എന്ന് വേണ്ട സകല ആ അരിസ്റ്റോക്രാറ്റിക് യങ്സ്റ്റേഴ്സും വല്ലാതെ അമ്പരന്നിരിക്കുകയാണ്. അവർക്ക് ആർക്കും ഇതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരെല്ലാവരും ഗൂഷിങ്ങിനെയാണ് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗൂഷിങ്ങിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷാൽ മാർഷൽ സെയിന്റ് സീസറുമുണ്ട്. സീസർ ഗൂഷിങ്ങളോട് ചോദിക്കുകയും ചെയ്തു, ഏയ്
യങ് മാസ്റ്റർ ഗൂഷിങ്, എന്താ ഇങ്ങനെ, എന്തിനാ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്? ആ ചോദ്യം സീസർ ചോദിക്കുമ്പോഴും ഗൂഷിങ്ങിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റമില്ല. ആ ടോറസ് ചെയ്ത കാര്യത്തിൽ നമ്മളെന്തിനാ ഇടപെടണം? അല്ലെങ്കിൽ തന്നെ ഈ സാധാരണ ആളുകളുടെ മരണത്തിൽ നമ്മൾ എന്തിനാ ദുഃഖിക്കുന്നത്? ഗൂഷിങ്ങിന്റെ ആ ചോദ്യം സീസറെ ശരിക്കും ദേഷ്യപ്പെടുത്തുകയാണ്. പക്ഷെ സീസർ ഗൂഷിങ്ങിന്റെ പിതാവിനോട് ഒരു ബന്ധം നിലനിർത്തുന്ന ആളാണ്. ഗൂഷിങ്ങിന്റെ പിതാവാണ് സീസറിനെ ഗൂഷിങ്ങിനെ അനുസരിക്കാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഗൂഷിങ് അങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഗൂഷിങ്ങിന്റെ അടുത്തുനിന്ന് മടങ്ങിപ്പോകാനല്ലാതെ ഗൂഷിങ്ങിനെ തിരുത്താൻ സീസർക്ക് പറ്റുന്നുമില്ല. ഒരു ഭാഗത്തെ കഥ ഇങ്ങനെ നടക്കുമ്പോൾ മാർക്ക് ഫെല്ലറും ഇമോട്ട് ക്രെയിനും തമ്മിലുള്ള ആ പ്രാക്ടീസ് സെക്ഷൻ 23 ദിവസമായി. അന്ന് വൈകുന്നേരം ഇമോട്ട് ക്രെയിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഇവിടെ ഇത് അവസാനിപ്പിക്കാം. ഈ 23 ദിവസവും പ്രാക്ടീസ് സെഷന് ഇടയിലും പ്രാക്ടീസ് സെഷന്റെ അവസാനവും സമയം കിട്ടുമ്പോൾ ഇമോട്ട് ക്രെയിനും മാർക്ക് ഫെല്ലറും തമ്മിൽ സംസാരിക്കുമായിരുന്നു. രണ്ടുപേരും അവരവരുടെ ലൈഫിലെ കാര്യങ്ങളാണ് പരസ്പരം പങ്കുവച്ചത്. ഇമോട്ട് ക്രെയിൻ മാർക്കിനെ പോലെ തന്നെയാണ്. അനീതിക്കെതിരെ പോരാടിയാണ് അയാൾ യഥാർത്ഥത്തിൽ അയാളുടെ ശക്തി വർദ്ധിപ്പിച്ചത്. അയാൾ ഒരു മാർഷൽ സെയിന്റായി മാറിയതും അങ്ങനെ തന്നെയാണ്. മാർക്ക് ഫെല്ലറും യഥാർത്ഥത്തിൽ ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിനെ പോലെ തന്നെ അനീതിക്കെതിരെ പോരാടിയാണ് ഇന്നത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. മാർക്കിന്റെ കഥയും ഇപ്പോൾ ഇമ്മോർട്ടൽ ക്രെയിൻ അറിയാം. മാർക്ക് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി എതിരിട്ടതും അതുപോലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളായി എതിരിട്ടതും ഒക്കെ ഇപ്പോൾ ഇമ്മോർട്ടൽ ക്രെയിൻ അറിയാം. കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇമ്മോർട്ടൽ ക്രെയിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് ഞാനൊരു വാക്ക് നൽകിയിരുന്നു. എൻ്റെ മനസ്സിലുള്ള ഡിവൈൻ ഡ്രാഗൺ പവറിനോടുള്ള ആ ഭയം മാറ്റാൻ നിന്നോടൊപ്പമുള്ള പരിശീലന പരിപാടി ഉപയോഗപ്പെടുകയാണെങ്കിൽ നിനക്ക് നീ ചോദിക്കുന്ന ഒരു കാര്യം ചെയ്തു തരാമെന്നാണ് ഞാൻ നിനക്ക് നൽകിയ വാക്ക്. നിനക്ക് ആവശ്യമുള്ള കാര്യം ചോദിക്കും. അത് കേട്ടതും മാർക്ക് ഇമ്മോർട്ടൽ ക്രെയിനോട് പറഞ്ഞു, ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിൻ, എനിക്കിപ്പോൾ അങ്ങയുടെ ഒരു സഹായവും ആവശ്യമില്ല. പക്ഷേ സഹായം ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങേ തേടി വരും. ആ സമയത്ത് അങ്ങനെ സഹായിക്കണം. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഇമ്മോർട്ടൽ ക്രെയിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീയുമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഡ്രാഗൺ പവറിനോടുള്ള ഭയം മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, പക്ഷെ എനിക്ക് മെച്ചപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. ഏയ് മാർക്ക്, നീ പേടിക്കണ്ട. നീ യഥാർത്ഥത്തിൽ എന്നോട് ആദ്യം ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ഹാഫ് ഓഫ് മാർഷൽ സെയിന്റിന്റെ പവർ തന്നെയാണ് നിന്നത്. പക്ഷേ ഓരോ ദിവസവും നീ മെച്ചപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ പവർ കൂട്ടി വരികയായിരുന്നു. ശരിക്കും 23ാമത്തെ ദിവസം ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് മാർഷൽ സെയിന്റിന്റെ പവറിനെയാണ് നീ എതിരിട്ടത്. മാർക്ക് വളരെ ശരിക്കും ആ മറുപടി അമ്പരപ്പിച്ചിരിക്കുകയാണ്. മാർക്ക് ഇതുവരെ കരുതിയിരുന്നത് ഒരേ ലെവലിൽ മാർക്കിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്നാണ്. മാർക്കിന്റെ ആ ധാരണ മാറിയത് ഇമ്മോർട്ടൽ ക്രെയിനുമായി മാർക്ക് ഫൈറ്റ് ചെയ്യുമ്പോഴാണ്. മാർക്ക് ഹാഫ് ഓഫ് മാർഷൽ സെയിന്റ് ആണ്. ആ ഹാഫ് ഓഫ് മാർഷൽ സെയിന്റായ മാർക്കിനെ അതേ ലെവലിൽ നിൽക്കുന്ന ഇമ്മോർട്ടൽ ക്രെയിനെ പരാജയപ്പെടുത്താൻ 23 ദിവസം ശ്രമിച്ചിട്ടും പറ്റിയില്ലെന്നാണ് മാർക്ക് കരുതിയിരുന്നത്. ഇപ്പോഴാണ് മാർക്ക് വാസ്തവം അറിയുന്നത്. യഥാർത്ഥത്തിൽ ഇമ്മോർട്ടൽ ക്രെയിൻ ഹാഫ് ഓഫ് മാർഷൽ സെയിന്റിൽ നിന്ന് ഓരോ ദിവസവും ആ പവർ കൂട്ടിക്കൂട്ടി വരികയായിരുന്നു. അയാൾ യഥാർത്ഥത്തിൽ മാർഷൽ സെയിന്റിന് തൊട്ട് അടുത്ത് വരെ അയാളുടെ ലെവല് ഉയർത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ആനുപാതികമായി മാർക്കിന്റെ ലെവലും ഉയർന്നിട്ടുണ്ട്. മാർഷൽ സെയിന്റ് ആകാതെ തന്നെ ഒരു മാർഷൽ സെയിന്റിനോട് ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതാ മാർക്ക് നേടിയിരിക്കുകയാണ്. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് മാർക്കിന് ശരിക്കും ഇമ്മോർട്ടൽ ക്രെയിൻ കൊടുത്തത്. മാർക്കിന്റെ ലെവലിലേക്ക് ഇറങ്ങി നിന്നിട്ട് മാർക്കിനെ പതുക്കെ പതുക്കെ അയാളുടെ ലെവലിലേക്ക് അയാൾ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഇമ്മോർട്ടൽ ക്രെയിൻ പറഞ്ഞത് കേട്ടതും മാർക്കിന്റെ കണ്ണുകൾ ശരിക്കും അങ്ങ് സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്ന് പറയാം. മാർക്കിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇമ്മോർട്ടൽ ക്രെയിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കരുത്. അങ്ങനെ പറഞ്ഞിട്ട് ഇമ്മോർട്ടൽ ക്രെയിൻ കൂടെയുള്ള ആളോട് പറഞ്ഞു, അങ്കിൾ ന്യൂനെ വിളിക്ക്. അല്പസമയം കഴിഞ്ഞതും ലേശ പ്രായമുള്ള ഒരാൾ അവിടേക്ക് വന്നു. ഇമ്മോർട്ടൽ ക്രെയിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രായമുള്ള വ്യക്തി. അയാളെ കണ്ടതും ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിൻ അയാളോട് പറഞ്ഞു, അങ്കിൾ ന്യൂ, ഇവർ രണ്ടുപേരെയും പൈറോയിലേക്ക് കടത്തിവിടണം. ഇമ്മോർട്ടൽ ക്രെയിൻ അത് പറഞ്ഞപ്പോഴാണ് മാർക്ക് ഫെല്ലറും മീശയും ആ കാര്യം തിരിച്ചറിയുന്നത്. അവർ രണ്ടുപേരും ഇപ്പോൾ പൈറോയിലല്ല ഉള്ളത്. മരുഭൂമിയിൽ കൂടി അവർ നടന്നെത്തിയിരിക്കുന്നത്
പൈറോയുടെ അയൽ രാജ്യത്താണ്. പൈറോയിൽ നിന്ന് വളരെ ദൂരെ അവരെത്തിയിരിക്കുന്നു എന്നർത്ഥം. മീശ തയ്യാറാക്കിയ ആ ടെലിപോർട്ടേഷൻ സംവിധാനം അവർ രണ്ടുപേരെയും കൊണ്ട് കളഞ്ഞതും ശരിക്കും ദൂരത്ത് മരുഭൂമിയിൽ എവിടെയോ ആണ്. അവിടെ നിന്ന് 3 ദിവസം നടന്നാണ് അവർ യഥാർത്ഥത്തിൽ ഈ ഇമോട്ടോക്രൈൻ്റെ കോട്ടയിൽ എത്തിയിരിക്കുന്നത്. ഇമോട്ടോക്രൈൻ പറഞ്ഞത് കേട്ടതും അങ്കിൾ ന്യൂ മാർക്കിനോടും മീശയോടായി പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങൾക്കൊപ്പം വരാം. അങ്ങനെ ആ 3 സംഘം പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അവർ പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. രാത്രിയായപ്പോൾ ആ 3 പേരും ഒരു സ്ഥലത്ത് തങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ തങ്ങുമ്പോൾ മാർക്ക് അങ്കിൾ ന്യൂനോട് ചോദിച്ചു, അങ്കിൾ, നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര മാർഷൽ സെയിൻ്റ് ഉണ്ട്? ഞാനും ലോർഡ് ഇമോട്ടോക്രൈനും പിന്നെ മറ്റ് 2 പേരും, ഞങ്ങൾ 4 പേരാണ് മാർഷൽ സെയിൻ്റായി ഇപ്പോൾ ഉള്ളത്. ആ കോട്ടയ്ക്കുള്ളിൽ 4 മാർഷൽ സെയിൻ്റുകൾ ഉണ്ടെന്നുള്ള അങ്കിൾ ന്യൂവിൻ്റെ ആ ഡയലോഗ് ശരിക്കും മീശയും മാർക്കിനെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അവരവിടെ അന്ന് ഹാഫ് ഓഫ് മാർഷൽ സെയിൻ്റുകളുമായി ഫൈറ്റ് ചെയ്ത സമയത്ത് മാർഷൽ സെയിൻ്റുകളാണ് അവർക്ക് നേരെ വന്നിരുന്നെങ്കിൽ അവരുടെ കാര്യം അന്നേ തീർന്നനെ. ആ രാത്രി കഴിഞ്ഞ് വീണ്ടും അവർ യാത്ര തുടർന്നു. 3 ദിവസത്തിൻ്റെ എൻഡ് ആകാറായപ്പോൾ അങ്ങ് ദൂരെ പൈറോയുടെ അതിർത്തി അവർക്ക് കാണാൻ പറ്റി. അത് കണ്ടതും അങ്കിൾ ന്യൂ മീശയോടും മാർക്കിനോടായി പറഞ്ഞു, ആ ദൂരെ കാണുന്ന അതിർത്തിക്കപ്പുറം പൈറോയാണ്. നിങ്ങളെ അതുവരെ എത്തിക്കുന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ. അത് കേട്ടതും മീശ അങ്കിൾ ന്യൂവിനോട് പറഞ്ഞു, അങ്കിൾ ന്യൂ, പ്ലീസ് ഞങ്ങൾക്കൊപ്പം അങ്ങ് കൂടി പൈറോയിലേക്ക് വരണം. അങ്ങേ ഒന്ന് ട്രീറ്റ് ചെയ്യണം. ഹേയ്, അതിനൊന്നും ആവശ്യമില്ല അങ്കിൾ ന്യൂ, അങ്ങനെ പറയരുത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നല്ലേ. ഞങ്ങൾ തിരിച്ച് ഒരു ട്രീറ്റ് നൽകാതെ അങ്ങേ പറഞ്ഞു വിട്ടാൽ അതങ്ങനെ ശരിയാകും. ദയവായി അങ്ങ് ഞങ്ങളുടെ ട്രീറ്റ് സ്വീകരിക്കണം. മീശ വളരെ കാര്യമായിട്ട് അങ്കിൾ ന്യൂവിനോട് അങ്ങനെ പറയുമ്പോൾ മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ മീശയെ നോക്കിയാണ്. മീശ സാധാരണഗതിയിൽ ഒരു സാധനവും ആർക്കും വാങ്ങിച്ചു കൊടുക്കാത്ത ആളാണ്. ആ മീശ ഇതാ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ആ അങ്കിൾ ന്യൂവിനെ ട്രീറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. മീശ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ മാർക്കിനൊരു സംശയം. അങ്കിൾ ന്യൂവും മീശയും മാർക്കും കൂടി നടന്ന് പൈറോയുടെ ബൗണ്ടറിയിൽ എത്തിയതും മാർക്ക് മീശയെ മാറ്റി നിർത്തി മീശയോട് ചോദിച്ചു, ഏയ്, എന്താ പരിപാടി? ഏയ് മാർക്ക്, എനിക്കെന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെ ആരെങ്കിലും ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഒരു തോന്നൽ എനിക്കുണ്ട്. നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തുന്നവരെ നമുക്ക് ആ മാർഷൽ സെയിന്റിൻ്റെ കാവലുള്ളത് നല്ലതാണ്. മീശ പറഞ്ഞത് കേട്ടപ്പോൾ മാർക്കിനും അതിനകത്ത് ഒരു സാധ്യത തോന്നി. പൈറോയ്ക്കുള്ളിൽ ഇപ്പോഴും മാർക്കിനെ ആളുകൾ തിരക്കുന്നുണ്ടാവും. തിരക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മാർഷൽ സെയിന്റ് ഉണ്ടെങ്കിൽ മാർക്കിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ആ അങ്കിൾ ന്യൂ ഒരു ഡീമനിക് മാർഷൽ സെയിന്റാണ്. അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ വേറെ മാർഷൽ സെയിന്റുകളെ പേടിക്കുകയും വേണ്ട. മീശയുടെ ആ ബുദ്ധിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാർക്കിന് ശരിക്കും ഒരു പുഞ്ചിരി വരികയാണ്. എന്തായാലും മാർക്ക് ഫെല്ലറും മീശയും അങ്കിൾ ന്യൂവും കൂടി ഒരു കാറ് വാടകയ്ക്കെടുത്ത് ആ കാറിൽ യാത്ര തുടങ്ങി. അങ്കിൾ ന്യൂ കൂടെ ഉള്ളത് കൊണ്ട് മാർക്കിന് ഇപ്പോൾ ഭയമൊന്നുമില്ല. പക്ഷെ എന്നാലും മാർക്ക് പൈറോയ്ക്കകത്ത് കടന്ന സമയത്ത് തന്നെ തലയിൽ ആ തൊപ്പി എടുത്തു വെക്കാൻ മടിച്ചതുമില്ല. 1000 ഷെയ്ഡ്സ് എന്നുള്ള തൊപ്പി മാർക്കിന്റെ തലയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കിന്റെ ഓറ മറ്റുള്ളവരുടെ ദൃഷ്ടിപ്പെടാതെ പോകും. അവര് ആ അതിർത്തിയിൽ നിന്ന് ഒത്തിരി യാത്രയ്ക്ക് ശേഷം കാൻ സിറ്റിയിലെത്തി. അവിടെയുള്ള ഗ്രീൻമൂൺ വില്ലയിലേക്കാണ് അവർക്ക് വരേണ്ടത്. ഗ്രീൻമൂൺ വില്ലയ്ക്ക് സമീപത്ത് കാർ നിർത്തിയതും മാർക്ക് ഫെല്ലറും മീശയും അങ്കിൾ ന്യൂവും കൂടി കാറിൽ നിന്ന് പുറത്തിറങ്ങി ടാക്സി വിട്ടു. ടാക്സി വിട്ടതിന് ശേഷം മാർക്ക് ഫെല്ലറും അങ്കിൾ ന്യൂവും മീശയും കൂടി ആ ഗ്രീൻമൂൺ വില്ലയ്ക്കകത്തേക്ക് കടന്നു. ഗ്രീൻമൂൺ വില്ലയ്ക്കകത്തേക്ക് കടന്ന ആ നിമിഷത്തിൽ അങ്കിൾ ന്യൂവും മീശയും ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. അവിടെ ഇപ്പോഴും രക്തം കട്ട പിടിച്ച് കിടക്കുന്ന കാഴ്ചകൾ ഇഷ്ടംപോലെ കാണാം. ഉണങ്ങിയ മാംസകഷ്ണങ്ങൾ പലയിടത്തും പറ്റിയിരിപ്പുണ്ട്. അതിക്രൂരമായ ഒരു നരവേട്ട അവിടെ നടന്നിരുന്നു എന്ന് വ്യക്തമാണ്. ആ കാഴ്ച കണ്ട മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇത് ആരാ ചെയ്തത്? അത് ആ വാൻ ഗസ്മാനാണ്. അങ്കിൾ ന്യൂവും അത് കണ്ടു. അങ്കിൾ ന്യൂ മാർക്കിനോട് പറഞ്ഞു, ഇത് ചെയ്തത് ആരാണെങ്കിലും ക്രൂരത തന്നെയാണ് കാട്ടിയിരിക്കുന്നത്. ഒരു വല്ലാത്ത കാഴ്ചയാണ് അവിടെ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഡെഡ് ബോഡികളൊക്കെ ഏതാണ്ട് അഴുകി തീർന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ക്രൂരത നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. മാർക്ക് ഫെല്ലർ മീശയും അങ്കിൾ ന്യൂവിനെയും കൊണ്ട് ആ മിസ്റ്റിക് വേൾഡിന്റെ ഭാഗത്തെത്തി. അവിടെ എത്തിയതും മാർക്ക് മീശയോട് പറഞ്ഞു, ഏയ് മീശ, അങ്ങനെ ട്രീറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എവിടെ? പോയി വാങ്ങിച്ചിട്ടോ? അല്ല മാർക്ക്, ഞാൻ മീശയല്ലേ പറഞ്ഞത് ട്രീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന്.
പോയി വാങ്ങിച്ചോണ്ടു വാ. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും മീശ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാനായി പുറത്തിറങ്ങി. മാർക്ക് അങ്കിൾ ന്യൂവുമായിട്ട് ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽക്കലെത്തി. ആ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. ശരിക്കും മനോഹരമായ ആ മിസ്റ്റിക് വേൾഡിലേക്ക് കടന്ന അങ്കിൾ ന്യൂ കൗതുകത്തോടെ ആ ഭാഗ്യങ്ങളൊക്കെ നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ഇത് കൊള്ളാമല്ലോ, ശരിക്കും സ്പിരിച്വൽ എനർജി ഒരുപാടുള്ള സ്ഥലമാണല്ലോ. അങ്കിൾ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാലോ. ഏയ് അത് ശരിയാവില്ല. എവിടെയാണോ ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിൻ ഉള്ളത് അവിടെയാണ് ഞാൻ ഉണ്ടാവുക. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം. അങ്കിൾ ന്യൂവിന്റെ ആ പറച്ചിലിൽ വല്ലാത്തൊരു ആത്മാർത്ഥതയുണ്ട്. മാർക്ക് അപ്പോഴാണ് വിവിനെ കണ്ടത്. വിവിനെ കണ്ടതും മാർക്ക് വിവിനോട് ചോദിച്ചു, ഏയ് സീനിയർ ജിയാങ്ഹി സുഖമായിരിക്കുന്നു? മാർക്ക്, സീനിയർ ജിയാങ്ഹി ഇവിടുന്ന് പോയെന്നു? അതെ, കുറച്ച് ദിവസം മുമ്പാണ് ഇവിടുന്ന് പോയത്. അത് കേട്ടത് മാർക്ക് ചോദിച്ചു, അല്ല അദ്ദേഹം മാർഷൽ സെയിന്റ് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്തു? ഇല്ല, അദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പുറത്തു പോയത്. ജിയാങ്ഹിക്ക് മാർഷൽ സെയിന്റായി ബ്രേക്ക് ചെയ്യാൻ അവിടെ ഇരുന്ന് ധ്യാനം മാത്രം നടത്തിയാൽ പോരാ എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് പുറത്തു പോയെന്ന് മാർക്ക് മനസ്സിലായി. അയാൾക്ക് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ വേണം. മാർക്കിന്റെയും കുഴപ്പം അതാണ്. റിയൽ വേൾഡ് എക്സ്പീരിയൻസിലൂടെ മാത്രമേ മാർക്കിനും നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ പറ്റൂ. വിവിനോട് മറ്റ് വിശേഷങ്ങളൊക്കെ മാർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീശ സാധനങ്ങളൊക്കെ ആയിട്ട് ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽക്കലെത്തി. മീശ വരാനുള്ള സമയം ഏതാണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് മാർക്ക് ഫെല്ലർ ആ വാതിൽ തുറന്ന് പുറത്ത് കാത്തു നിൽക്കുമ്പോഴാണ് മീശ അവിടെ എത്തിയത്. മീശയെ കണ്ടതും മാർക്ക് മീശയെ അകത്തേക്ക് കയറ്റിയിട്ട് ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ അടച്ചു. മാർക്ക് ഫെല്ലറും മീശയുമായ മിസ്റ്റിക് വേൾഡിന്റെ അകത്തേക്ക് കടന്നതും മിസ്റ്റിക് വേൾഡിന് പുറത്ത് ഒരാൾ അയാളുടെ ഫോൺ കയ്യിലെടുത്തു. അയാൾ ആ ഫോണിലെ നമ്പർ ഡയൽ ചെയ്ത് വിളിക്കുകയാണ്. മാസ്റ്റർ വാൻ, ഞാൻ അത് കണ്ടുപിടിച്ചു. അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ മീശയെ ഫോളോ ചെയ്തു. അവൻ ഈ ഗ്രീൻമോൺ വില്ലയിലെ മിസ്റ്റിക് വേൾഡിനകത്ത് കടന്നിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവനെ കൊണ്ട് അകത്തേക്ക് പോകുന്നു ഞാൻ കണ്ടു. വാൻ ഗസ്മാൻ മാർക്ക് ഫെല്ലറെ തിരക്കാത്ത സ്ഥലങ്ങളില്ല എന്നതാണ് സത്യം. ഗ്രീൻമോൺ വില്ലയിലെ മുഴുവൻ ആളുകളെയും വാൻ ഗസ്മാൻ കൊന്നൊടുക്കിയപ്പോൾ അവിടെ ഒരു മിസ്റ്റിക് വേൾഡ് ഉണ്ടാകുമെന്ന് ഗസ്മാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നല്ല. പെട്ടെന്ന് ഗസ്മാൻ ആ ഫോൺ വിളിച്ച ആളോട് പറഞ്ഞു, ഓക്കെ ഞാൻ ഇപ്പൊ എത്താം, നീ അവിടെ തന്നെ നിരീക്ഷിക്കുക. ഈ സമയത്ത് അകത്ത് ഈ കാര്യങ്ങളൊന്നും അറിയാത്ത മാർക്ക് ഫെല്ലർ മീശയും കൊണ്ട് അങ്കിൾ ന്യൂവിന്റെ അടുത്തേക്ക് വന്നു. അങ്കിൾ ന്യൂവും വിവിനും അവരുടെ ആ കെട്ടത്തിനകത്ത് ഇരിക്കുകയാണ്. എമിലി ബ്ലാക്ക് വൃത്തിയാക്കിയിട്ട് ആ കെട്ടത്തിനകത്ത് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അവിടെ അങ്കിൾ ന്യൂവിന്റെ മുന്നിലേക്ക് മീശ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. കുറെ വൈനും പന്നിയുടെ തല പൊരിച്ചതും ഒക്കെ പ്രത്യേകം മീശ വാങ്ങിയിട്ടുണ്ട്. അങ്കിൾ ന്യൂ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിനെ മാറ്റി നിർത്തി മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പണമായിരിക്കുകയാണ്, ഇതെനിക്ക് തിരിച്ചു തരണം. ഏയ് മീശ, നിങ്ങളല്ലേ പറഞ്ഞത് അങ്കിൾ ന്യൂവിന് നിങ്ങൾ പാർട്ടി കൊടുക്കാൻ പോണെന്ന്? എന്നിട്ടിപ്പോൾ ഞാൻ പണം തരണമെന്നാ എന്തായി പറയുന്നത്? ഏയ് മാർക്ക്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണെന്ന് നിനക്ക് അറിയാമല്ലോ, നീ എനിക്ക് പണം തന്നേ പറ്റൂ. അവര് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്കിൾ ന്യൂ ഭക്ഷണം കഴിക്കുന്നതൊപ്പം വിവിനോട് സംസാരിക്കുന്നുമുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മീശ അങ്കിൾ ന്യൂനോട് ചോദിച്ചു, അങ്കിൾ ഭക്ഷണം എങ്ങനെയുണ്ട്? ഏയ് നല്ല ഭക്ഷണമല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്കിൾ കുറച്ച് ദിവസം കൂടെ നിൽക്കേ, ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പോവാം, അവിടെ നിന്നൊക്കെ നല്ല ഭക്ഷണം കഴിക്കാം. ഏയ് അത് പറ്റത്തില്ല, എനിക്ക് ഇന്ന് തന്നെ മടങ്ങിയേ പറ്റൂ, എനിക്ക് ഇപ്പൊ തന്നെ മടങ്ങിപ്പോണം. ഞാൻ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് തിരിച്ചിട്ട് ഇപ്പോ 3-4 ദിവസമായില്ലേ. അങ്കിൾ ന്യൂ അക്കാര്യം പറഞ്ഞപ്പോൾ അയാളുടെ വാക്കുകളിൽ എല്ലാം ഉണ്ട്. അയാൾ പോവാൻ റെഡി ആയിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. അവസാനം അങ്കിൾ ന്യൂവും മീശയും മാർക്കും കൂടി വീണ്ടും ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽക്കലേക്ക് എത്തി. മാർക്ക് ഫെല്ലർ വാതിൽ തുറന്ന് അങ്കിൾ ന്യൂവും മീശയുമായി പുറത്തിറങ്ങി. അവര് ആ മിസ്റ്റിക് വേൾഡിന്റെ പുറത്തിറങ്ങിയതും ഒരു ശബ്ദം, ഏഹേയ് മാർക്ക് ഫെല്ലർ, നിന്നെ ഞാൻ സമ്മതിച്ചു തരികയാണ്. ശബ്ദം കേട്ട ദിക്കിലേക്ക് മാർക്ക് നോക്കുമ്പോൾ ഇരുട്ടത്തുനിന്ന് വാൻ ഗസ്മാൻ മുന്നിലേക്ക് വന്നു. അയാളുടെ പുറകിൽ 2 മാർഷൽ സെയിന്റുകളുമുണ്ട്. ഏയ് മാർക്ക്, നീ ഒരു മിസ്റ്റിക് വേൾഡ് കണ്ടുപിടിക്കുമെന്നും അതിനകത്ത് കയറി ഒളിക്കുമെന്നും ഞാൻ തീരെ കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ ഇത്രയും സമയമെടുത്തത്. മാർക്ക് അതിന് മറുപടി പറയും മുമ്പ് മീശ ഉറക്കെ വാൻ ഗസ്മാനോട് പറഞ്ഞു, ഏയ് നിനക്ക് മതിയായില്ലേ? ഡീമനുകളെ കൊന്നൊടുക്കിയിട്ട് വീണ്ടും ഡീമനുകളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? ഞങ്ങൾ അതിനെ അനുവദിക്കത്തില്ല. മീശയുടെ ഡയലോഗ് കേട്ടപ്പോൾ വാൻ ഗസ്മാൻ ഒരു കൺഫ്യൂഷൻ. പക്ഷെ അതേ സമയത്ത് മീശയുടെയും മാർക്കിന്റെയും അടുത്ത് നിൽക്കുന്ന അങ്കിൾ ന്യൂ മീശയോട് ചോദിച്ചു, എന്താ അവൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? അങ്കിൾ ന്യൂ, അവൻ ആള് കുഴപ്പക്കാരനാണ്. അവൻ ശക്തി നേടിയത് മുഴുവൻ ഡീമൻ മെസ്സുകളെ കൊന്നിട്ടാണ്.
ഡീമൻ ബീസ്റ്റുകളെ കൊന്ന് അവരെ കോറെടുത്ത് അത് വിഴുങ്ങിയാണ് അവൻ ശക്തി ഉണ്ടാക്കുന്നത്. അവൻ ഇമോർട്ടൽ ക്രെയിൻ ഉൾപ്പെടെ കൊല്ലുമെന്നാണ് ഇന്നാൾ വീരവാദം മുഴക്കിയത്. മീശ അങ്കിൾ ന്യൂവിനോട് ആ കാര്യം പറയുന്നത് ശബ്ദം താഴ്ത്തിയാണ്. അങ്കിൾ ന്യൂവിനോട് മീശ പറയുന്നത് എന്താണെന്ന് വാൻ ഗസ്മാൻ കേട്ടിട്ടില്ല. വാൻ ഗസ്മാൻ എന്തോ പറയാനായി മാർക്കിന് നേരെ നോക്കിയതും അങ്കിൾ ന്യൂ മീശയെ കടന്ന് മുന്നോട്ട് നടന്നിരുന്നു. അയാൾ നടന്നു വരുന്നത് വാൻ ഗസ്മാന് നേരെയാണ്. ഏയ്, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ്ടാ നീ ഈ ശൈലിയിൽ പെരുമാറുന്നത്? അങ്കിൾ ന്യൂവിന്റെ ആ ചോദ്യം കേട്ടപ്പോ അതുവരെ അങ്കിൾ ന്യൂവിനെ ശ്രദ്ധിക്കാതിരുന്ന വാൻ ഗസ്മാൻ അങ്കിൾ ന്യൂവിന് നേരെ തിരിഞ്ഞു. ഏയ്, ആരാ നിങ്ങൾ? അങ്ങനെ വാൻ ഗസ്മാൻ അങ്കിൾ ന്യൂവിനോട് ചോദിക്കുമ്പോൾ മീശ ഓടി അങ്കിൾ ന്യൂവിന്റെ അടുത്തെത്തി ഉറക്കെ പറഞ്ഞു, ഗസ്മാൻ, ഡീമനിക് ബീസ്റ്റുകളെ കൊന്നുകൊണ്ടുള്ള നീ പരിപാടി ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കാൻ സമയമായി. അങ്ങനെ മീശ പറഞ്ഞപ്പോ ഗസ്മാൻ ലേശ ദേഷ്യത്തോടെ മീശയും അങ്കിൾ ന്യൂവിനെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, മാറിക്കേ. ദേഷ്യപ്പെട്ട് തങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞ ഗസ്മാനെ നോക്കി അങ്കിൾ ന്യൂ ഒരിക്കൽ കൂടി ചോദിച്ചു, നിനക്ക് ധിക്കാരം കൂടുതലാണല്ലേ? മാർക്ക് ഫെല്ലറെ പിടികൂടാനായി എത്തിയിരിക്കുന്ന വാൻ ഗസ്മാന് ഈ സംഭാഷണങ്ങളൊന്നും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ കൂടെയുള്ള മാർഷൽ സേനകളോട് പറഞ്ഞു, ഇവന്മാർ രണ്ടും ശല്യമാണ്, ഇവരെയൊക്കെ തീർത്തേക്ക്. കേൾക്കേണ്ട താമസം ആ രണ്ട് മാർഷൽ സേനകളും പതുക്കെ മുന്നോട്ട് വന്നു. അത് കണ്ടതും മീശ പുറകോട്ട് മാറി. അങ്കിൾ ന്യൂ ആ മുന്നോട്ട് വരുന്ന ആളുകളെ മൈൻഡ് പോലും ചെയ്യാതെ ഗസ്മാനോട് പിന്നെയും ചോദിക്കുകയാണ്, നീ എന്താ ധിക്കാരത്തോടെ സംസാരിക്കുന്നത്? അങ്കിൾ ന്യൂവിനോട് അതിന് മറുപടി പറയാതെ വാൻ ഗസ്മാൻ ആ മാർഷൽ സേനകളോട് പറഞ്ഞു, കൊല്ലവനെ, എന്തൊരു ശല്യമായി ഇവൻ. കേൾക്കേണ്ട താമസം ആ മാർഷൽ സേനകളിൽ ഗസ്മാന്റെ വലത് ഭാഗത്തുള്ള ആള് കൈയൊന്നുയർത്തി. ശരിക്കും കൈയൊന്നുയർത്തിയ അയാൾ കൈയിലേക്ക് അയാളുടെ ഊർജ്ജം മുഴുവൻ കേന്ദ്രീകരിച്ചിട്ട് ആ പവറിൽ മുന്നോട്ട് വന്നു ഒരൊറ്റ ഇടി. അങ്കിൾ ന്യൂ തന്നെ ഇടിക്കുന്ന ആ മനുഷ്യനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അങ്കിൾ ന്യൂവിന്റെ ബോഡിയിലേക്ക് ആ മാർഷൽ സെയിന്റ് ആഞ്ഞിടിക്കുന്നത്. മാർഷൽ സെയിന്റിന്റെ ഇടി തന്റെ അടുത്തേക്ക് വരുന്നു എന്ന് കണ്ടതും അങ്കിൾ ന്യൂ കൈ നിവർത്തി ഒരൊറ്റ ഇടി. ശരിക്കും ലൈറ്റനിങ് വേഗതയിലാണ് അങ്കിൾ ന്യൂവിന്റെ കൈ ഒന്ന് ചലിച്ചത്. അടുത്ത നിമിഷത്തിൽ വാൻ ഗസ്മാനും കൂടെയുള്ള മാർഷൽ സെയിന്റും ശരിക്കും ഞെട്ടി വാ പൊളിച്ചു പോവുകയാണ്. അങ്കിൾ ന്യൂവിനെ ഇടിച്ച ആ മാർഷൽ സെയിന്റ് ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിലിന് അവിടത്തുനിന്ന് പറന്ന് ഒത്തിരി ദൂരേക്ക് തെറിച്ചു വീണു. അല്പം കൂടി ദൂരേക്ക് തെറിച്ചു വീഴുന്നെങ്കിൽ അയാൾ ആ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചനെ. അത്ര ശക്തമായിട്ടുള്ള ഒരു ഇടിയാണ് അയാൾക്ക് കിട്ടിയത്. വീണത്തുനിന്ന് എണീക്കാൻ ആ മാർഷൽ സെയിന്റ് ലേശം പാടുപെടുമ്പോൾ വാൻ ഗസ്മാൻ അമ്പരപ്പോടെ അങ്കിൾ ന്യൂവിനെയും ദൂരെ തെറിച്ചു വീണ ആ ആളെ മാറി മാറി നോക്കുമ്പോൾ രണ്ടാമത്തെ മാർഷൽ സെയിന്റിന്റെ കയ്യിൽ അങ്കിൾ ന്യൂ പിടിച്ചു കഴിഞ്ഞു. ശരിക്കും ആ മാർഷൽ സെയിന്റ് ദൂരേക്ക് തെറിച്ചു വീണ അയാളുടെ കൂട്ടുകാരനായ മാർഷൽ സെയിന്റിനെ ഒന്ന് നോക്കുമ്പോഴാണ് അങ്കിൾ ന്യൂ അവന്റെ വലത് കൈയിൽ കെരുകി പിടിച്ചത്. വലത് കൈയിൽ പിടിച്ച അങ്കിൾ ന്യൂ അവനെ വലിച്ചു കാടിപ്പിച്ചു. ഈ കാഴ്ച വാൻ ഗസ്മാൻ കണ്ടു. വാൻ ഗസ്മാനെ എന്തോ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തു. അവൻ പെട്ടെന്ന് പുറകോട്ട് മാറി. അവൻ ഓടി വീണ് കിടക്കുന്ന ആ മാർഷൽ സെയിന്റിന്റെ അടുത്തെത്തുമ്പോൾ അവർ രണ്ടുപേരും ആ കാഴ്ച കണ്ടു. അവരുടെ ആ മാർഷൽ സെയിന്റിന്റെ രണ്ട് കൈയിലും എതിരെ നിൽക്കുന്ന ആള് പിടിച്ചിരിക്കുകയാണ്. ആ കൈയിൽ പിടിച്ചിരിക്കുന്ന ആള് ആ കൈ ശരിക്കും ശക്തമായി വലിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അമ്പരപ്പിക്കുന്ന ഒരു രംഗം അതിന്റെ ഫലമായി ഉണ്ടായി. ആ മാർഷൽ സെയിന്റിന്റെ ഷോൾഡറിൽ നിന്ന് ആ രണ്ട് കൈയും അടർന്നങ്ങ് മാറി. ഞെട്ടിപ്പോയ ഒരു കാഴ്ച. ഒരു മാർഷൽ സെയിന്റിന്റെ കൈ അതുപോലെ അടർത്തി മാറ്റാൻ ആർക്കായി ഭൂമിയിൽ പറ്റുക? ശരിക്കും വാൻ ഗസ്മാൻ വാ പൊളിച്ച് ആ രംഗത്തിലേക്ക് നോക്കുമ്പോൾ അങ്കിൾ ന്യൂ ആ കൈ പോയ മാർഷൽ സെയിന്റിന്റെ തലയിൽ ഒന്ന് പിടിച്ചു. ശരിക്കും അങ്കിൾ ന്യൂ ആ മാർഷൽ സെയിന്റിന്റെ തലയെ പിടിച്ചിട്ട് തല ഒന്ന് ഞെരടുകയാണ്. നമ്മള് പുളി ഞെരടുന്ന പോലെ അങ്കിൾ ന്യൂ ആ തല ഒന്ന് ഞെരടിയതും കൃറ ശബ്ദത്തോടു കൂടി ആ തല ശരിക്കും ഒന്ന് ചതഞ്ഞരഞ്ഞു. രണ്ട് കൈകളും അറ്റുവീണ ആ മാർഷൽ സെയിന്റിന്റെ ആ തല ശരിക്കും വിരലുകൾ കൊണ്ട് അങ്ങനെ ഞെരിച്ചതും ആ തല ആ ബോഡിയിൽ നിന്ന് അടർന്ന് മാറുകയാണ്. ആ നിമിഷത്ത് തന്നെ ആ ബോഡി താഴേക്ക് ഒരു ശബ്ദത്തോടെ വീണു. ശരിക്കും ഈ കാഴ്ച അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഏതാണ്ട് നിശബ്ദരാക്കിയെന്ന് പറയാം. വാൻ ഗസ്മാൻ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം
ആ മാർഷൽ സെയിന്റിനെ പിടിച്ചെണീപ്പിച്ച് അയാളോട് പറഞ്ഞു, ഓടിക്കൂ. കേൾക്കേണ്ട താമസം ആ മാർഷൽ സെയിന്റും വാൻ ഗസ്മാന്റെ പുറകെ ഒരൊറ്റ ഓട്ടം. അവര് ഗ്രീൻമൂൺ വില്ലയുടെ ഗേറ്റിന് നേരെ ഓടുന്ന കണ്ടതും മീശ അങ്കിൾ ന്യൂവിനോട് പറഞ്ഞു, അങ്കിൾ അവർ ഓടുന്നു. ഓടിപ്പോണ അവരെ ഒന്ന് നോക്കിയിട്ട് അങ്കിൾ ന്യൂമാൻ മാർക്കിനും മീശയ്ക്ക് നേരെ തിരിഞ്ഞു. ഓക്കെ, ഞാൻ ഇപ്പൊ ഇറങ്ങുകയാണ്. മാർക്കിനും മീശയ്ക്കും എന്തെങ്കിലും അദ്ദേഹത്തോട് പറയാൻ കഴിയും മുമ്പ് പുള്ളി നടന്നു തുടങ്ങി. ഒന്നും മിണ്ടാതെ നടക്കുന്ന ന്യൂമാന്റെ അടുത്തേക്ക് ഓടിയെത്തിയ മാർക്ക് ന്യൂമാനോട് പറഞ്ഞു, എൻ്റെ സുഖാന്വേഷണങ്ങൾ ലോർഡ് ഇമ്മോർട്ടൽ ക്രെയിനെ അറിയിക്കാൻ മറക്കരുത്. ഏയ് മാർക്ക്, ഞാൻ ഉറപ്പായി അത് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഒരു പുഞ്ചിരിയോട് കൂടി അദ്ദേഹം ആ ഗ്രീൻമൂൺ വില്ലയുടെ ഗേറ്റ് വഴി പുറത്തേക്ക് കടന്നു. ആ ഗേറ്റ് വഴി പോകുന്ന അങ്കിൾ ന്യൂവിനെ അല്പനേരം നോക്കി നിന്ന ശേഷം മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ അദ്ദേഹത്തെ കൂടെ കൂട്ടിയതിൻ്റെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായില്ലേ? മീശ അങ്കിൾ ന്യൂവിനെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത് ശരിക്കും ദീർഘവീക്ഷണമുള്ള ഒരു തീരുമാനമായിരുന്നു. അല്ലെങ്കിൽ വാൻ ഗസ്മാന്റെ കൂടെയുള്ള ആ മാർഷൽ സെയിന്റുകൾ മാർക്കിനെ പിടികൂടിയനെ. മാർക്ക് മീശയോട് പറഞ്ഞു, മീശ എന്നോടൊപ്പം നിൽക്ക്. ഏയ് മാർക്ക്, ഞാൻ നിൽക്കത്തില്ല. നിന്നെ എന്തായാലും ആരെങ്കിലും തല്ലിക്കൊല്ലും. അത് അറിഞ്ഞു വെച്ചിട്ട് ഞാൻ എന്തിനാണ് നിന്നോടൊപ്പം നിൽക്കുന്നത്? നിന്നോടൊപ്പം നിന്നാൽ അവരെന്നെയും തല്ലിക്കൊല്ലും. മീശ വളരെ കൂളായിട്ടാണ് ആ അഭിപ്രായം പറഞ്ഞത്. അത് കേട്ടത് മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, എനിക്ക് കുറച്ച് സ്പിരിച്വൽ സ്റ്റോൺസ് വേണം. മാർക്ക്, അതെന്തോ ചോദിക്കുന്നത്? പകുതി സ്പിരിച്വൽ സ്റ്റോൺസ് ഞാൻ മാർക്കിന് തന്നതല്ലേ? ഏയ് മീശ, എനിക്ക് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. മീശ കണ്ടതല്ലേ എന്റെ സ്പിരിച്വൽ സ്റ്റോൺസ് എല്ലാം നഷ്ടമായത്? മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോ മനസ്സോടെ കുറേയേറെ സ്പിരിച്വൽ സ്റ്റോണുകൾ മീശ അയാളുടെ ആ നിലവറയിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ചു. അത് കണ്ടത് മാർക്ക് പറഞ്ഞു, മീശ, ഇത് സൂക്ഷിക്കാൻ എനിക്കൊരു സംഭവം വേണ്ടേ? മറുപടിയൊന്നും പറയാതെ മീശയുടെ നിലവറയിൽ നിന്ന് ഒരു മാജിക് ആർട്ടിഫാക്റ്റ് കൂടി പുറത്തെടുത്തു. ഒരു വളയാണ് പുറത്തെടുത്തത്. ആ വള മാർക്കിന് കൊടുത്തുകൊണ്ട് മീശ പറഞ്ഞു, ഇത് നിന്റെ ആവശ്യങ്ങൾക്ക് പറ്റും. മാർക്ക് ആ വള കയ്യിൽ ധരിച്ചതിന് ശേഷം ആ സ്പിരിച്വൽ സ്റ്റോണൊക്കെ ആ വളയ്ക്കുള്ളിലേക്ക് മാറ്റി. അത് കണ്ടതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇപ്പോ എന്നോട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. മാർക്ക്, നീ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തരണം. ഈ വള, പിന്നെ ആ സ്പിരിച്വൽ സ്റ്റോൺ, പിന്നെ ആ അങ്കിൾ ന്യൂമാന് വാങ്ങിച്ചു കൊടുത്ത ഭക്ഷണം, അതിന്റെ പണവും നീ എനിക്ക് തന്നില്ല. മീശ വളരെ കാര്യമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കേട്ടതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, എനിക്ക് പണം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ തിരിച്ചു തരും. ഉറപ്പായും മീശ ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എത്തിച്ചു തരും. മാർക്ക് അങ്ങനെ പറഞ്ഞതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഓക്കെ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. മീശ അങ്ങനെ പറഞ്ഞിട്ട് മാർക്കിനോട് യാത്ര പറഞ്ഞ് ഗ്രീൻമൂൺ വില്ലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മീശ പോകുന്നത് അല്പനേരം നോക്കി നിന്ന ശേഷം മാർക്ക് നേരെ മിസ്റ്റിക് വേൾഡിലേക്ക് എത്തി. മിസ്റ്റിക് വേൾഡിനകത്ത് കടന്ന മാർക്ക് വിവിയനോട് പറഞ്ഞു, വിവിയൻ, ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ മാർക്ക്? വിവിയൻ, ആ വാൻ ഗസ്മാൻ നേരത്തെ ഇവിടെ വന്നിരുന്നു. മിസ്റ്റിക് വേൾഡ് എവിടെയാണെന്നും അവൻ കണ്ടെത്തി കഴിഞ്ഞു. അവൻ ആ മാസ്റ്റർ ദുജോണുമായി ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും വിവിയൻ മാർക്കിനോടൊപ്പം മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തിറങ്ങി. മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിവിയന്റെ മുഖത്ത് ഒരു സങ്കടമുണ്ട്. കുറേ ദിവസങ്ങളായി അവൻ ആ മിസ്റ്റിക് വേൾഡിലാണ് താമസിക്കുന്നത്. ആ വീട് വിട്ടുപിരിയുന്നതിന്റെ ഒരു സങ്കടമാണ് വിവിയന്റെ മുഖത്തുള്ളത്. വിവിയനും മാർക്കും കൂടി ഗ്രീൻമൂൺ വില്ലയിൽ നിന്ന് പുറത്തിറങ്ങി രണ്ട് ദിശയിലേക്ക് തിരിച്ചു. മാർക്ക് കാൻ സിറ്റിയിൽ നിന്ന് നേരെ എത്തിയത് ന്യൂ സെലസ്റ്റലാണ്. ആ 1000 ഷെയ്ഡ്സ് എന്നുള്ള തൊപ്പിയൊക്കെ വെച്ച് മാർക്ക് ഫെല്ലർ ന്യൂ സെലസ്റ്ററിലെ പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സിൽ എത്തുമ്പോൾ അവിടെ മാർക്ക് ആദ്യം കണ്ടത് യാങ് ലൂമാനെയാണ്. യാങ് മാർക്കിന് കേട്ടതും ചാടി എണീറ്റ് പോവുകയാണ്. മാർക്ക് ഫെല്ലർ, നിങ്ങളെന്താ ഇവിടെ? മാർക്ക് ആ ഹെവൻലി സീക്രട്സിൽ എത്തുമ്പോഴൊക്കെ ഹെവൻലി സീക്രട്സിന് എന്തെങ്കിലുമൊക്കെ നഷ്ടമാകും. കഴിഞ്ഞ കാലഘട്ടത്തിൽ മുഴുവൻ സംഭവിച്ചത് അതാണ്. അതുകൊണ്ട് തന്നെയാണ് മാർക്കിനെ കണ്ടതും ഒരു ഭയം യാങ്ങിനുണ്ടായത്. യാങ് ലൂമാൻ മാർക്കിനോട് അങ്ങനെ ചോദിച്ചതും മാർക്ക് യാങ്ങിനോട് പറഞ്ഞു, എനിക്ക് നിന്റെ അച്ഛനെ ഒന്ന് കാണണം, അതിനാ ഞാൻ വന്നത്. മിസ്റ്റർ ലൂമാൻ എവിടെയുണ്ട്? അച്ഛൻ അകത്തുണ്ട്. യാങ് ലൂമാൻ അത് പറഞ്ഞതും മാർക്ക് അകത്തേക്ക് നടന്നു. അകത്തേക്ക് നടക്കുന്ന മാർക്ക് ഫെല്ലറെ അല്പനേരം നോക്കി നിന്നതിന് ശേഷം യാങ് ലൂമാൻ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അല്പം മാറി ആരുടെയും ശ്രദ്ധയപ്പെടാത്ത ഒരു സ്ഥലത്തെത്തിയതും അവൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് അതിൽ നിന്ന് ഒരു നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ കണക്ട് ആയതും കൂടുതൽ വളച്ചു കെട്ടിനൊന്നും നിൽക്കാതെ അവൻ ഉറക്കെ പറഞ്ഞു, യങ് മാസ്റ്റർ ഗൂഷിങ്, മാർക്ക് ഫെല്ലർ എത്തിയിട്ടുണ്ട്. മാർക്ക് ഫെല്ലർ എത്തിയിട്ടുണ്ടെന്ന് കേട്ടതും ഗൂഷിങ് ചാടി എണീറ്റു. അയാൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അയാളുടെ മുറിയിൽ ഇരിക്കുമ്പോഴാണ് ഈ വാർത്ത കേൾക്കുന്നത്. യാങ്,
നീ പറഞ്ഞത് ശരിയാണോ? യങ് മാസ്റ്റർ ഗൂഷിങ്, ഈ കാര്യത്തിൽ ഞാൻ കളവ് പറയൂ. മാർക്ക് ഇപ്പോ ഇവിടെ ഈ ഹെവൻലി സീക്രട്സിലുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയാൽ മാർക്കിനെ പിടികൂടാം. യാങ്, നീ ഒരു കാര്യം ചെയ്യ്, അവനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്ക്. അവൻ ഒരു കാരണവശാലും പുറത്തു പോകാൻ സമ്മതിക്കരുത്. യാങ്ങിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശം ഗൂഷിങ് കൊടുക്കുമ്പോൾ അകത്ത് മാർക്ക് ഫെല്ലറും ലൂമാനും തമ്മിൽ സംസാരിക്കുകയാണ്. മാർക്ക്, എന്താ വന്ന്? മിസ്റ്റർ ലൂമാൻ, എനിക്കറിയാം നിങ്ങളുടെ പല സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഇവിടെ നിന്ന് എടുത്തു എന്നുള്ള കാര്യം. ഞാൻ എടുത്തുകൊണ്ടുപോയ സാധനങ്ങൾ വഴി നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നും എനിക്കറിയാം. ആ നഷ്ടം വീട്ടാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ചെയ്യാനാണ് ഞാൻ വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലറിന്റെ ആ പുതിയ ഡിവൈൻ ആർട്ടിഫാക്റ്റിൽ നിന്ന് ആ സ്പിരിച്വൽ സ്റ്റോണുകൾ എടുത്ത് പുറത്തേക്ക് വെച്ചു. മാർക്ക് ഫെല്ലർ പുറത്തേക്ക് എടുത്തു വെച്ചത് ഒരു കൂന സ്പിരിച്വൽ സ്റ്റോണുകളാണ്. 250-നും 500-നും ഇടയിൽ സ്പിരിച്വൽ സ്റ്റോണുകളെങ്കിലും മാർക്ക് എടുത്ത് ആ മേശപ്പുറത്ത് വെച്ച് കാണും. ആ സ്പിരിച്വൽ സ്റ്റോണുകൾ ആ മേശപ്പുറത്ത് അങ്ങനെ നിറഞ്ഞപ്പോൾ വൻ പ്രകാശമാണ് അതുണ്ടാക്കിയത്. ലൂമാൻ അമ്പരപ്പോടെ ആ സ്പിരിച്വൽ സ്റ്റോണിൽ തന്നെ അങ്ങനെ നോക്കുമ്പോൾ മാർക്ക് ലൂമാനോട് പറഞ്ഞു, മിസ്റ്റർ ലൂമാൻ, ഇത് എൻ്റെ വക പാരിതോഷികമായി നിങ്ങൾ പരിഗണിക്കണം. ആ സ്പിരിച്വൽ സ്റ്റോണുകളിലേക്ക് ഒന്ന് നോക്കിപ്പോയ ലൂമാൻ അടുത്ത നിമിഷത്തിൽ അതിൽ നിന്ന് ഒന്നിലൊന്ന് കയ്യിലെടുത്തു. അയാൾ തിരിച്ചു മറിച്ച് നോക്കുകയാണ്. അതിനുശേഷം അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് ഒറിജിനൽ സ്പിരിച്വൽ സ്റ്റോണാണ്. ഇതുപയോഗിച്ച് ശരിക്കും കിടിലം ആയുധങ്ങൾ ഉണ്ടാക്കാം, ഒരുപാട് മാർഷ്യൽ ആർട്ടിഫാക്റ്റുകൾ ഉണ്ടാക്കാം. അൺബിലീവബിൾ ആയിട്ടുള്ള കപ്പാസിറ്റിയുള്ള സ്പിരിച്വൽ സ്റ്റോണുകൾ സാധാരണഗതിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇതാ ഏകദേശം 500ഓളം സ്പിരിച്വൽ സ്റ്റോണുകളാണ് മാർക്ക് ഫെല്ലർ ലൂമാന്റെ മുന്നിലേക്ക് എടുത്തു വച്ചിരിക്കുന്നത്. ലൂമാൻ സന്തോഷത്തോടുകൂടി പറഞ്ഞത് കേട്ടതും മാർക്ക് ലൂമാനോട് പറഞ്ഞു, മിസ്റ്റർ ലൂമാൻ, ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ലൂമാൻ മറുപടി ഒന്നും പറയാതെ അത് മുഴുവൻ അയാളുടെ ഒരു മാജിക്കൽ ആർട്ടിഫാക്റ്റിലേക്ക് മാറ്റിവെച്ചതും മാർക്ക് ലൂമാനോട് പറഞ്ഞു, ലൂമാൻ, ഇതിന് പകരമായി എനിക്കൊരൊറ്റ കാര്യം ചെയ്തു തന്നാൽ മതി. എന്താ മാർക്ക്? അങ്ങനെ ലൂമാൻ ചോദിച്ചതും മാർക്ക് ലൂമാനോട് ചോദിച്ചു, ഈ റിങ്ങിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ റിങ് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണെന്ന്. നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ റിങ് ശരിക്കും കാര്യമായി തന്നെ പരിശോധിച്ചു. എൻ്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ഞാൻ ആ റിങ്ങിന് അകത്തിറങ്ങി ഒരു പരിശോധന നടത്തുകയും ചെയ്തു. അപ്പോൾ അകത്ത് ഒരു ഡിവൈൻ സെൻസിന്റെ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തു. സത്യത്തിൽ എന്താ ഈ റിങ്ങിനകത്തുള്ളത്, എന്താണ് റിങ്ങിന്റെ പ്രത്യേകത, അതറിയാനാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് വന്നത്. മാർക്ക് ഫെല്ലർ അങ്ങനെ ചോദിച്ചതും ലൂമാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ സംശയിച്ചത് ശരിയാണ്. ഇത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു മാന്ത്രിക നിലവറ തന്നെയാണ്. എനിക്കിത് ഒരു ലേലത്തിൽ യാദൃശ്യവശാൽ ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ കിട്ടിയതാണ്. ലൂമാന്റെ കയ്യിലുള്ള ഒരു സാധനം കൊടുത്ത് പകരം ലൂമാൻ സംഘടിപ്പിച്ചതാണ് ആ റിങ്. മാർക്ക്, ഈ റിങ്ങിനകത്ത് ശരിക്കും ഒരു ജയിലുണ്ട്. ആ ജയിലിൽ അതീവ ശക്തിയുള്ള ഒരു സ്പിരിച്വൽ സെൻസ് അടയ്ക്കപ്പെട്ടിട്ടുമുണ്ട്. ആ സ്പിരിച്വൽ സെൻസിനെയാണ് നീ ശരിക്കും അഭിമുഖീകരിച്ചത്. ലൂമാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നേരത്തെ മീശ പറഞ്ഞ കാര്യവുമായി അതിന് പൊരുത്തമുണ്ട്. ലൂമാൻ, ആ സ്പിരിച്വൽ സെൻസ് ശരിക്കും ശക്തിയുള്ളതായിരിക്കും. മാർക്ക് ഫെല്ലർ, ശക്തിയില്ലാത്ത ഒരു സ്പിരിച്വൽ സെൻസിനെ ഇത്തരത്തിൽ ഒരു മാന്ത്രിക നിലവറയ്ക്കുള്ളിൽ ആരെങ്കിലും അടയ്ക്കൂ? റൂമാൻ, എത്ര ശക്തി കാണും അയാൾക്ക്? മാർക്ക്, അതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല. അതീവ ശക്തിയുള്ള ഒരു സ്പിരിച്വൽ സെൻസ് അതിനകത്തുണ്ട് എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഞാൻ ആ റിങ് വിൽക്കാൻ മടിച്ചത്. മാർക്കിന് അറിയേണ്ട കാര്യങ്ങളൊക്കെ മാർക്ക് ലൂമാൻ എന്ന് അറിഞ്ഞത് മനസ്സിലാക്കിയതും ലൂമാനോട് യാത്ര പറഞ്ഞ് മാർക്ക് പോകാനായി എണീക്കുമ്പോഴാണ് യാങ് ലൂമാൻ അകത്തേക്ക് വരുന്നത്. മാർക്ക്, പോകാൻ പോവുകയാണോ? അതെ യാങ്, ഞാൻ വന്ന കാര്യം കഴിഞ്ഞു, ഞാൻ ഇറങ്ങുകയാണ്. മാർക്ക്, ഇവിടെ വന്നിട്ട് അങ്ങനെ പോയാലോ? ഞാൻ മാർക്കിന് വേണ്ടി പ്രത്യേകം ചായ തയ്യാറാക്കാനായിട്ടാണ് ഓടി വന്നത്. യാങ്, എനിക്ക് പോയിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ചായ കുടിക്കുന്നത് മറ്റൊരു അവസരത്തിലാകാം. മാർക്ക്, അതല്ല, ചായ കുടിക്കണം, നല്ല ചായയാണ്, ഞാൻ നന്നായി ചായ ഉണ്ടാക്കും. അതുമാത്രമല്ല, പ്രത്യേക തരത്തിലുള്ള തേയില ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തേയിലുള്ള ഒരു ചായ കുടിച്ചാൽ ശരിക്കും ഒരു ഉന്മേഷം ഉണ്ടാവും. യാങ് ലൂമാൻ അത് പറഞ്ഞതും ലൂമാൻ യാങ്ങിനോട് ചോദിച്ചു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മാർക്കിന് പോയിട്ട് കാര്യമുള്ളത് കൊണ്ടല്ലേ മാർക്ക് പോണെന്ന് പറഞ്ഞത്? അച്ഛാ, അത് പിന്നെ മാർക്ക് കുറച്ചു നേരം കൂടെ നിൽക്കട്ടെ. യാങ് ലൂമാൻ ആ വാചകം പറഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർക്ക്
എന്തോ ഒരു സംശയം തോന്നി. മാർക്ക് യാങ്ങിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ലൂമാനോട് പറഞ്ഞു, മിസ്റ്റർ ലൂമാൻ, നമുക്ക് പിന്നെ കാണാം. അങ്ങനെ പറഞ്ഞ് മാർക്ക് അതിവേഗം ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തെ ഹാളിലെത്തി അതുവഴി ഗേറ്റിലേക്ക് എത്തി. മാർക്കിന്റെ തൊപ്പി എടുത്ത് തലയിൽ വെക്കുകയും ചെയ്തു. 1000 ഷെയ്ഡ്സിന്റെ ആ തൊപ്പിയുമായി മാർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാർക്കിനെ പിന്നെ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ആ ഒരു പ്രതീക്ഷയോടുകൂടി ഗേറ്റിന്റെ പുറത്തേക്ക് മാർക്ക് കാലെടുത്ത് വെച്ചതും തൊട്ടടുത്ത് നിന്ന് ഒരു ശബ്ദം, ഏയ് മാർക്ക് ഫെല്ലർ, അങ്ങനെ അങ്ങ് പോയാലോ. ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ മാർക്ക് കാണുന്നത് സാക്ഷാൽ ഗു ഷിങ്ങിനെയാണ്. മാർക്ക് ഗു ഷിങ്ങിനോട് ചോദിച്ചു, ഏയ് ആരാ നിങ്ങൾ എന്താ ചോദിച്ചേ? ഏയ് മാർക്ക് ഫെല്ലർ, കളി എന്നോട് വേണ്ട. നീ വെച്ചിരിക്കുന്നത് 1000 ഷെയ്ഡ്സ് ആണെന്നും നീ മാർക്ക് ഫെല്ലർ ആണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. താൻ പിടിക്കപ്പെട്ടു എന്ന് തോന്നിയതും മാർക്ക് ആ തൊപ്പി ഊരി മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയിലേക്ക് വെച്ചു. ഗൂഷിങ്ങിനൊപ്പം 2 മാർഷൽ സെയിന്റുകളുണ്ട്. മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഗൂഷിങ് പറഞ്ഞു, ഹേയ് മാർക്ക് ഫെല്ലർ, സത്യമായിട്ടും നീ എന്നെ തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചത്. നീ ശരിക്കും എന്നെ ഒരുപാട് വട്ട് കളിപ്പിച്ചു. നീ ഈ 1000 ഷെയ്ഡ്സ് തൊപ്പിയുമായി ആ സ്പിരിച്വൽ സ്റ്റോണുള്ള ഭാഗത്ത് എത്തിയപ്പോൾ ശരിക്കും ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവിടെ വേറെയും തൊപ്പിക്കാരുണ്ടായിരുന്നു. അതിനിടയിൽ നീ ഉണ്ടായിരിക്കുമെന്ന് സങ്കല്പിക്കാൻ എനിക്ക് പറ്റിയില്ല. അല്ലെങ്കിൽ അന്നേ ഞാൻ നിന്നെ പിടികൂടിയത്. എന്തായാലും നിന്നെ ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഏയ് അതത്ര എളുപ്പമൊന്നും അല്ല മാർക്ക്, ഇവരെ നിനക്ക് അറിയാം, നീ വെറുതെ ബലം പിടിക്കണ്ട. അങ്ങനെ ഗൂഷിങ് പറഞ്ഞതും മാർക്കിന്റെ ഇന്റേണൽ എനർജി ഒന്ന് റിലീസ് ചെയ്തു. ശരിക്കും ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആയ മാർക്ക് ഫെല്ലറുടെ ബോഡിക്ക് ചുറ്റുമായി ആ സുവർണ പ്രകാശം ചെറിയ അളവിൽ ഉണ്ടായി വന്നതും ഗൂഷിങ് ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ എന്താ മാർഷൽ സെയിന്റുകളുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ്? ഏയ് ഗൂഷിങ്, എനിക്ക് മാർഷൽ സെയിന്റിനെ ഒന്നും പേടിയൊന്നുമില്ല. എന്തായാലും ഒരു തവണ മരിക്കും, അതിപ്പോ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും ഗൂഷിങ് ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു, നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ഗൂഷിങ് കൂടെ വന്നിരിക്കുന്ന ഒരു മാർഷൽ സെയിന്റിനെ ഒന്ന് നോക്കി. ആ മാർഷൽ സെയിന്റ് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി സാവധാനം മുന്നോട്ട് വന്നു. അയാള് മുന്നോട്ട് വരുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, ഞാന് ഒരു മാർഷൽ സെയിന്റുമായിട്ട് ഒന്ന് ഏറ്റുമുട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നത് നന്നായി. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും ലോർഡ് സീസർ ആ ചുറ്റുപാടും ഒന്ന് ക്ലോസ് ചെയ്തു. ശരിക്കും അയാൾ കൈയൊന്ന് അനക്കിയപ്പോൾ ചുറ്റും ഒരു എനർജി ബാരിയർ ഉണ്ടായി. നേർത്ത ആ എനർജി ബാരിയർ അവരുടെ ആ സ്ഥലവും തുറസായ റോഡിനെയും ഒന്ന് വേർതിരിച്ചിരിക്കുകയാണ്. പക്ഷെ റോഡിൽ കൂടെ പോകുന്ന ആളുകൾക്ക് ആ ബാരിയറിനകത്തുള്ള 5 പേരെയും കാണാം. മാർക്കും ഗൂഷിങ്ങിനും പുറമെ 3 മാർഷൽ സെയിന്റുകൾ അകത്തുള്ളത്. ഗേറ്റിനകത്ത് ഇപ്പോ യാങ് ലൂമാനും ഉണ്ട്. അവർക്കും ആ നേർത്ത ഊർജ വലയത്തിനുള്ളിലുള്ള എല്ലാവരെയും കാണാം. മാർഷൽ സെയിന്റ് ഷെങ് ജിയാണ് മാർക്കിനെ നേരിടാനായി മുന്നോട്ട് വന്നത്. അയാള് മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് കൈ ഒന്ന് ഉയർത്തി. അയാളുടെ കൈ ഒന്ന് ഉയരുമ്പോൾ അതുപോലെ ഒരു വലിയ കൈ അയാളുടെ കൈക്ക് മുകളിൽ ഒരു നിഴൽ പോലെ ഉണ്ടാവുകയാണ്. ശരിക്കും അയാളൊരു മാന്ത്രിക കൈ സൃഷ്ടിച്ചു എന്നർത്ഥം. ഒരു വൻ കൈ ആകാശത്തേക്ക് വന്നതും അതുവഴി കടന്നു പോകുന്ന ആളുകളൊക്കെ വാഹനങ്ങൾ നിർത്തിയും നടന്നു പോകുന്ന ആളുകൾ അല്ലാതെയും ആ സ്ഥലത്തേക്ക് നോക്കുകയാണ്. ആ സ്പിരിച്വൽ ബാരിയറിനകത്ത് ഒരു മാന്ത്രിക കൈ അങ്ങനെ ഉയർന്നു വരുന്നത് അവർക്കൊക്കെ വിസിബിൾ ആണ്. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അറിയാതെ പലരും പറഞ്ഞു പോവുകയാണ്, അത് ഒരു മാർഷൽ സെയിന്റ് ആണ്. മാർഷൽ സെയിന്റുകൾ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സൃഷ്ടിയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ ഡ്രസ്സിൽ ആ മാർഷൽ സെയിന്റിനെ കണ്ടപ്പോൾ ആളുകൾക്ക് ഏതാണ്ട് കഥ മനസ്സിലായിട്ടുണ്ട്. അപ്പോഴാണ് പലരുടെയും ശ്രദ്ധ മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് തിരിഞ്ഞത്. പലർക്കും ഇപ്പോൾ മാർക്ക് ഫെല്ലറെ അറിയാം. അയ്യോ, മാർക്ക് ഫെല്ലറെ ആണല്ലോ ആ സെയിന്റ് നേരിടുന്നത്. അങ്ങനെ ആളുകൾ പറയുമ്പോഴേക്കും മാർക്കിന്റെ കയ്യിലേക്ക് ആ സുവർണ പ്രകാശത്തെ കേന്ദ്രീകരിച്ചു. അധികം സംഭാഷണത്തിൽ നിന്നും തുനിയാതെ മാർക്ക് ഫെല്ലർ കയ്യിലേക്ക് ആ പ്രകാശം കേന്ദ്രീകരിച്ചതും സെങ്ജി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു മാർഷൽ സെയിന്റിനെ നേരിടാനുള്ള നിന്റെ ആഗ്രഹം ഇതാ ഇപ്പോ ഇവിടെ അവസാനിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരൊറ്റയാടി. അയാളുടെ കൈ താഴ്ത്തിയതും അയാളുടെ ആ നിഴൽ കൈ അതിശക്തമായി താഴേക്ക് പാഞ്ഞു വന്നു. ആ കൈ മാർക്കിന്റെ തലയ്ക്ക് മുകളിലേക്ക് പാഞ്ഞു വന്നതും മാർക്ക് ഫെല്ലർ ഒരൊറ്റ ഇടി. ആ ഇടി
സ്വാഭാവികമായിട്ടും അവിടെ ഒരു സ്ഫോടനം ഉണ്ടാക്കി. വൻ ശബ്ദവും പ്രകാശവും ഒരുമിച്ച് അവിടെ ഉണ്ടായതും ചുറ്റുമുള്ള കാണികൾക്ക് കാഴ്ചയ്ക്ക് ഒരു മങ്ങലുണ്ടായി. ഒരു സ്ഫോടനമാണല്ലോ. ആ സ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടായ ആ പ്രകാശം ഒന്ന് ഒതുങ്ങുമ്പോൾ സ്വന്തം കയ്യിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഷെങ്ജിയാണ് ബാക്കിയുള്ള ആളുകൾ കാണുന്നത്. ഷെങ്ജി അയാളുടെ കയ്യിലേക്ക് അന്തമായിട്ട് നോക്കുകയാണ്. അയാളുടെ കയ്യിൽ മുറിവ് പറ്റിയിരിക്കുകയാണ്. ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് മാത്രമായ മാർക്ക് ഫെല്ലർ ഇതാ മാർഷൽ സെയിന്റിന്റെ കൈക്ക് ഇടിച്ച് പരിക്ക് പറ്റിച്ചിരിക്കുന്നു. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. കയ്യിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയ സെങ്ജി മാർക്കിനോട് പറഞ്ഞു, കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. അത് കേട്ടത് മാർക്ക് അയാളോട് പറഞ്ഞു, ഏയ്, സംസാരിച്ചേക്കാതെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്ക്. ഒരു മാർഷൽ സെയിന്റായ സെങ്ജിയോട് മാർക്ക് ഫെല്ലർ പറഞ്ഞ ആ വാചകം സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടത്തിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവരൊക്കെ ആവേശഭരിതരാകുകയാണ്. മാർക്കിന് മാർഷൽ സെയിന്റ് നേരിടാനുള്ള കപ്പാസിറ്റി ആയോ? അങ്ങനെ അവർ ആലോചിക്കുമ്പോൾ ആ മാർഷൽ സെയിന്റ് ശരിക്കും മുന്നോട്ട് കുതിച്ചിരുന്നു. മാർക്കിനടുത്തേക്ക് പാഞ്ഞു വന്ന സെങ്ജി ഒരൊറ്റ ഇടി, കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് ആ സെങ്ജി പാഞ്ഞു വന്നതും മാർക്ക് ഫെല്ലറെ ഇടിച്ചതും. ആ ഇടി മാർക്കിന്റെ കവിളിനടുത്ത് വന്നതും മാർക്ക് ആ തല ഒന്ന് ചരിച്ചു. മാർക്കിന്റെ ബോഡിക്ക് മുന്നിലൂടെ സെങ്ജിയുടെ കൈ അങ്ങനെ കടന്നുപോയി. സെങ്ജിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മാർഷൽ സെയിന്റിന്റെ വേഗത സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഒന്നാണ്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ചലിച്ചാണ് സെങ്ജി മാർക്കിന് അടുത്തെത്തിയതും മാർക്കിനെ ആഞ്ഞിടിച്ചതും. പക്ഷെ മാർക്കിന്റെ പുറത്ത് കൊണ്ടില്ല. അയാൾ തിരിഞ്ഞ് മാർക്കിനെ നോക്കി. അതിനുശേഷം അയാൾ പിന്നെയും മുന്നോട്ട് കുതിച്ചു. അയാൾ ചാടി ഉയർന്ന് ഒരൊറ്റ ഇടി മാർക്കിന്റെ നെഞ്ച് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അയാൾ ഇടിച്ചത്. പക്ഷെ അയാളുടെ കൈ മാർക്കിന്റെ നെഞ്ചിലേക്ക് വരുമ്പോഴേക്കും മാർക്ക് അവിടുന്ന് മാറിയിരുന്നു. മാർക്കിന്റെ പുറത്ത് സ്പർശിക്കാൻ കഴിയാതെ ഒരു പരുവത്തിൽ ആ മാർഷൽ സെയിന്റ് തറയിൽ ലാൻഡ് ചെയ്തു. അയാളുടെ 2 ഇടിയാണ് മിസ്സായിരിക്കുന്നത്. ഇപ്പോ ആ സെങ്ജിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അയാൾ തിരിഞ്ഞ് ഒന്ന് അലറിക്കൊണ്ട് വീണ്ടും മാർക്ക് നേരെ കുതിച്ചു. ഇപ്പൊ അയാളുടെ ലക്ഷ്യം മാർക്കിന്റെ അബ്ഡോമനാണ്. മാർക്ക് എങ്ങനെ ഒഴിഞ്ഞാലും അവന്റെ വയറിൽ ഇടി കിട്ടും. ശരിക്കും വേഗത്തിൽ ഓടിയെത്തിയ സെങ്ജി ഒരൊറ്റ ഇടി മാർക്കിന്റെ വയറ്റിലേക്ക് ഇടിച്ചു. ആ ഇടി മാർക്കിന്റെ വയറിൽ കൊണ്ടില്ല എന്ന ശൈലി എത്തുമ്പോഴേക്കും മാർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു. മാർക്ക് ആ നിമിഷത്തിൽ ശരിക്കും തറയിലേക്ക് കുനിയായിരുന്നു. കുനിഞ്ഞ മാർക്ക് ശരിക്കും തറയിലൂടെ അതിവേഗതയിൽ ആ മാർഷൽസിന്റെ കാലിന്റെ ഇടയിലൂടെ പുറകിലെത്തുകയും ചെയ്തു. ആ ഇടി സെങ്ജിയുടെ ബാലൻസ് ഒന്ന് തെറ്റിച്ചു. അയാള് ലേശം പാടുപെട്ട ബാലൻസ് ചെയ്തത്. ഇപ്പോ അയാളുടെ ദേഷ്യം അതിന്റെ പരമോന്നതിലെത്തിയിരിക്കുകയാണ്. അയാൾ അലറിക്കൊണ്ട് വീണ്ടും മാർക്കിനെതിരെ കുതിച്ചു. അയാൾ കൈ കൊണ്ട് മാർക്കിനെ ഇടിക്കുകയാണ്. എന്നിട്ടും മാർക്കിന്റെ പുറത്തു കൊണ്ടില്ല. മാർക്ക് 23 ദിവസം പ്രാക്ടീസ് ചെയ്തത് സാക്ഷാൽ ഇമോർട്ടൽ ക്രെയിനിന് ഒന്നിച്ചാണ്. ആ ഇമോർട്ടൽ ക്രെയിൻ ഈ സെങ്ജിയേക്കാൾ ശക്തനായ മാർഷൽ ആർട്ടിസ്റ്റാണ്. സെങ്ജിയേക്കാൾ ഒരുപാട് ലെവൽ മുകളിൽ നിൽക്കുന്ന ആ ഇമോർട്ടൽ ക്രെയിന്റെ ആ കൈക്കരുത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ വ്യക്തിയാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് പ്രാക്ടീസ് ചെയ്ത് അതാണ്, ഒഴിഞ്ഞു മാറാൻ. ആ മാർക്കിനെ തൊടാനാണ് ഇപ്പൊ സെങ്ജി ശ്രമിക്കുന്നത്. സെങ്ജി കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും മാർക്കിനെ അറ്റാക്ക് ചെയ്തെങ്കിലും ഏകദേശം 20 മിനിറ്റ് ശ്രമിച്ചിട്ടും അയാൾക്ക് മാർക്കിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റിയില്ല. സെങ്ജി ശരിക്കും വിറയ്ക്കുന്നുണ്ട്, അതേസമയം വളരെ ദേഷ്യത്തിലുമാണ്. അയാള് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിന്നെ കൊണ്ട് ഇതല്ലേ പറ്റൂ. ഇതുപോലെ ഒളിച്ചു നടക്കാതെ ആണുങ്ങളെ പോലെ മുഖാമുഖം ഏറ്റുമുട്ടാൻ നിനക്ക് പറ്റൂ. മാർക്കിനെ ഒന്ന് വെല്ലുവിളിച്ച് നോക്കുകയാണ് സെങ്ജി. മാർക്ക് ഒരു നിമിഷം സെങ്ജിയെ നോക്കിയിട്ട് സെങ്ജിയോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഇനി ഒഴിയുന്നില്ല. മാർക്ക് കഴിഞ്ഞ അരമണിക്കൂറും സെങ്ജിയുടെ ആ ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ മാർക്കിന്റെ ബോഡിയിലെ ഊർജം നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും മാർക്ക് റോക്കറ്റ് കത്തിക്കും പോലെ ഊർജം ദേഹത്ത് കത്തിച്ചിട്ടാണ് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഒഴിഞ്ഞു മാറുന്നത്. ഒരു മാർഷൽ സെയിന്റിന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ചെറിയ ഊർജമൊന്നും പോരാ. മാർക്ക് ആ ഊർജം മുഴുവൻ അങ്ങനെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിക്കുമെന്ന് മാർക്കിന് അറിയാം. അതുകൊണ്ടുകൂടിയാണ് മാർക്ക് സെങ്ജി പറഞ്ഞ ആ വാചകത്തിന് മറുപടി പറഞ്ഞത്. സെങ്ജിക്ക് മാർക്ക് പറഞ്ഞത് കേട്ടതും സന്തോഷമായി. അയാൾ ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് അയാളുടെ ശക്തി മുഴുവൻ കയ്യിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഒരൊറ്റ കുതിപ്പ്. ഈ പ്രാവശ്യം മാർക്ക് ഫെല്ലറും തന്റെ കരുത്ത് മുഴുവൻ ആ വലത് മുഷ്ടിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. മാർക്കിന്റെ ഡിവൈൻ പവറും മാർക്കിന്റെ സകല അമാനുഷിക ശേഷികളും ഒക്കെ
ആ അബ്സല്യൂട്ട് ബിഗിനിങ് സെക്കൻഡ് ഫിസ്റ്റിലേക്ക് മാർക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 1000 പഞ്ചിന് ഒരു പഞ്ച് എന്നുള്ള മാർക്കിന്റെ കണ്ടുപിടുത്തമായ ആ ഒറ്റ പോയിന്റ് പഞ്ചിലേക്ക് മാർക്ക് മുഴുവൻ ഊർജവും കൊണ്ടുവരികയാണ്. മാർക്കിന്റെ ആ ചുരുട്ടിയ മുഷ്ടിയും സിങ്ജിയുടെ ചുരുട്ടിയ മുഷ്ടിയും തമ്മിൽ അതിശക്തമായ ഒന്ന് കൂട്ടിമുട്ടിയതും അവിടെ തീപ്പൊരി ചിതറി എന്ന് പറയാം. ശരിക്കും ഒരു പ്രകാശ വിസ്ഫോടനം തന്നെ അവിടെ ഉണ്ടായി. ശക്തമായ ആ കൈകളുടെ കൂട്ടിമുട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും ഒരു കാറ്റും കൂടി അതിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുകയും പൊടിയും പടലങ്ങളും തീയും ഒക്കെ ഉണ്ട്. ആ എനർജി ബാരിയറിന് അകത്തുള്ള ആളുകളും പുറത്തുള്ള ആളുകളും ഒക്കെ അറിയാതെ തല ഒന്ന് ചരിച്ചു പോവുകയാണ്. അത്രയേറെ പ്രകാശമാണ് ആ സ്പോട്ടിൽ ഉണ്ടായത്. ആ പ്രകാശം ഒന്ന് അടങ്ങുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച ആ ജനം മുഴുവൻ കാണുകയാണ്. മാർക്ക് ഫെല്ലർ നിന്ന സ്ഥലത്ത് നിന്ന് നിൽക്കുകയാണ്. ഇടിയേറ്റ് സെങ്ജി എന്ന മാർഷൽ സെയിന്റ് തറയിൽ വീണ് കിടപ്പുണ്ട്. തറയിൽ വീണ് കിടക്കുന്ന സെങ്ജിയുടെ വലത് കൈ ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുകയാണ്. ആ കൈ ഒടിഞ്ഞു നുറുങ്ങിയപ്പോൾ അതിന്റെ ആഘാതം അയാളുടെ നെഞ്ചിലോട്ടൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. അയാളുടെ നെഞ്ച് ഏതാണ്ട് കൂട് കെട്ടിയ പോലെ അകത്തേക്ക് വളഞ്ഞിരിക്കുകയാണ്. അതിശക്തമായ മാർക്ക് ഫെല്ലറുടെ ആ പഞ്ചിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഷൽ സെയിന്റായ സെങ്ജിക്ക് പറ്റിയില്ല എന്ന യാഥാർത്ഥ്യം സാക്ഷാൽ ലോർഡ് സീസറേയും ഗൂഷിങ്ങിനെയും ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഗൂഷിങ് ഏതാണ്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. ഒരു ഹാഫ് മാർഷൽ സെയിന്റായ മാർക്കിനെ പരാജയപ്പെടുത്താൻ അല്പം ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് ഗൂഷിങ്ങിന് അറിയാമായിരുന്നു. പക്ഷേ മാർക്ക് ഫെല്ലർ ഒരു മാർഷൽ സെയിന്റിനെ ഇതുപോലെ ഇടിച്ച് കിടത്തുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇപ്പോൾ 100 കണക്കിന് ആളുകൾ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ചിലരൊക്കെ ആ ബാരിയറിനകത്തുള്ള ആ രംഗം അവിടെ ക്യാമറയിലൂടെ പകർത്തുന്നുമുണ്ട്. വളരെ സുതാര്യമായ ബാരിയർ ആയതുകൊണ്ട് അവർക്ക് വിഷ്വൽ കിട്ടുന്നുണ്ട്. ആളുകൾ ആ കാഴ്ച കണ്ട് വല്ലാത്തൊരു അമ്പരപ്പോടെ പരസ്പരം പറയുകയാണ്, ഒരു മാർഷൽ സെയിന്റിനെയാണ് മാർക്ക് ഫെല്ലർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഹാർഷ് മാർഷൽ സെയിന്റായ മാർക്കിന് മുന്നിൽ മാർഷൽ സെയിന്റുകൾ പോലും ഒന്നുമല്ല. അപ്പൊ മാർക്ക് മാർഷൽ സെയിന്റ് ആയാൽ മാർക്കിനെ കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റില്ല. ആളുകൾ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ എനർജി ബാരിയറിനകത്ത് നിൽക്കുന്ന ഗൂഷിങ്ങും അതുപോലെ സീസറും ഒക്കെ കേൾക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഗൂഷിങ് ഏതാണ്ട് വല്ലാണ്ടായിരിക്കുകയാണ്. എന്നാൽ സീസറിന്റെ മുഖത്ത് ശരിക്കും പറഞ്ഞറിയിക്കാനാവാത്തൊരു ഭാവമാണ്. മാർക്ക് ഫെല്ലറെ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിയിൽ വെച്ച് കൊല്ലാതെ സീസർ വിട്ടതാണ്. അന്ന് മാർക്കിന്റെ ശക്തി സീസർ അളന്നതുമാണ്. ആ മാർക്ക് ഇപ്പൊ ഇതാ ഒരുപാട് വളർന്നിരിക്കുന്നു. ഒരു മാർഷൽ സെയിന്റിനെ ഇടിച്ച് തറയിലിടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമൊന്നുമല്ല. മാർക്ക് ഫെല്ലർ താഴെ കിടക്കുന്ന സെങ്ജി ഒന്ന് നോക്കിയിട്ട് വീണ്ടും മുന്നോട്ട് കുതിച്ചു. താഴെ വീണ് കിടക്കുന്ന ആ മാർഷൽ സെയിന്റിനെ ഒരു ഇടികൂടെ കൊടുത്താൽ ആ മാർഷൽ സെയിന്റ് അവസാനിക്കും. ആ കാര്യം മാർക്കിന് അറിയാം. ഒരു മാർഷൽ സെയിന്റിനെ കൊന്ന വ്യക്തിയാണ് താനെന്ന് ലോകമറിഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ട്. ആ തോന്നലുണ്ടായതും മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ചു. ഈ സമയത്ത് താഴെ വീട് കിടന്ന സെങ്ജി എണീറ്റ് കഴിഞ്ഞു. ശരിക്കും സെങ്ജി അയാളുടെ ഊർജ്ജം മുഴുവൻ വീണ്ടും അയാളുടെ ബോഡിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. മാർക്ക് ഫെല്ലറോടുള്ള ആ ഏറ്റുമുട്ടലിൽ പരാജയം സമ്മതിക്കാൻ സെങ്ജിക്ക് ഒരു മടിയുണ്ട്. സെങ്ജി ഒരു പരുവത്തിൽ അയാളുടെ കാല് ഒന്ന് ഉറപ്പിക്കുമ്പോഴേക്കും മാർക്ക് മുന്നോട്ട് കുതിക്കുകയും ചെയ്തിരുന്നു. മാർക്ക് ഫെല്ലർ തന്റെ മുഴുവൻ ഊർജത്തെയും വീണ്ടും ആ വലത് കൈയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മാർക്കിന്റെ ആ ഡിവൈൻ പവറും അബ്സല്യൂട്ട് ബിഗിനിങ് ഫിസ്റ്റും ഒന്നിച്ച് ചേരുകയാണ്. ആ ഒറ്റ പോയിന്റിലേക്ക് പവർ കേന്ദ്രീകരിച്ച മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ച് ശക്തമായ ഒരൊറ്റ ഇടി. ആ ഇടി സെങ്ജിയുടെ പുറത്ത് വീണാൽ സെങ്ജി അവസാനിക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ആ സമയത്തില്ല. ശരിക്കും ആ തീ ഒന്ന് അടങ്ങുമ്പോൾ സകലരും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച അവരെല്ലാവരും കണ്ടു. മാർക്ക് ഫെല്ലർക്കും സെങ്ജിക്കും ഇടയിലായി സാക്ഷാൽ ലോർഡ് സീസർ നിൽക്കുകയാണ്. ലോർഡ് സീസർ മാർക്ക് ഫെല്ലറെ ഇരു കൈകൾ കൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ തടഞ്ഞിരിക്കുന്ന സീസറുടെ കൈയിലൂടെ ചോര പൊട്ടി ഒലിക്കുന്നുണ്ട്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ സീസർ ആ ഫൈറ്റിന് ഇടയിലേക്ക് ഇടിച്ചു കയറിയതാണ്. മാർക്കിന്റെ ഊർജം പൂർണ്ണമായി എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ പഞ്ചും നടത്തിയത്. ആ പഞ്ച് ഉദ്ദേശിച്ച ഫലം ഉണ്ടാക്കിയില്ല എന്ന യാഥാർത്ഥ്യം മാർക്കിന് അറിയാം. മാർക്ക് തൊട്ടു മുന്നിൽ നിൽക്കുന്ന സീസറെ ഒന്ന് നോക്കി സീസറോടായി പറഞ്ഞു, ലോർഡ് സീസർ, അങ്ങ് സെങ്ജിയെ രക്ഷിച്ചു അല്ലേ? ഈ സമയത്ത് ശ്വാസം നിരവീണ ഗൂഷിങ് സീസറോട് പറഞ്ഞു, അങ്കിൾ സീസർ, അവരെ പിടികൂടാ. അങ്ങനെ ഗൂഷിങ് പറഞ്ഞതും സീസർ കൈ ഒന്ന് ഉയർത്തി മാർക്കിന്റെ തോളിലൊന്ന് തട്ടിയതും മാർക്ക് താഴെ വീണു. ശരിക്കും മാർക്കിന്റെ ബോഡിയിലുള്ള എൻറ്റയർ ഊർജവും മാർക്ക് ആ രണ്ടാമത്തെ പഞ്ചിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു.
അതുകൊണ്ട് തന്നെ സീസറുടെ കൈ ഒന്ന് താണു വരുമ്പോഴേക്കും മാർക്ക് താഴേക്ക് വീണ് കഴിഞ്ഞിരുന്നു. താഴേക്ക് വീണ മാർക്കിനെ നോക്കിയ ഗൂഷിങ് സീസറോട് പറഞ്ഞു, അങ്കിൾ സീസർ അവനെ എടുക്ക്. അത് കേട്ടതും സീസർ മാർക്ക് ഫെല്ലറെ ഒരു കൈ കൊണ്ടും മറുഭാഗത്തു നിന്ന് ആ സെങ്ചിയും തൂക്കിയെടുത്തു. ഇപ്പോൾ സീസറുടെ ഒരു കൈയിൽ മാർക്ക് ഫെല്ലറും മറുകൈയിൽ സെങ്ചിയുമാണ്. ആ എനർജി ബാരിയർ പിൻവലിക്കപ്പെട്ടതും സീസറും സംഘവും അവരുമായി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ വാഹനത്തിനെതിരെ നടക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഭയങ്കര ബഹളമാണ്. സകലർക്കും അറിയാം സീസർ സെങ്ജിയെ രക്ഷിച്ചാണെന്ന്. സീസർ ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിൽ മാർക്ക് ഫെല്ലറെ ഇടിയാൽ ആ മാർഷൽ സെയിന്റ് കൊല്ലപ്പെട്ടനെ. ശരിക്കും മാർക്യൂസ് കഴിഞ്ഞാൽ അടുത്ത ലെവൽ തോന്നുന്നത് മാർഷൽ സെയിന്റ് ആണ്. അതിനിടയിൽ ഓരോരുത്തരുടെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓരോ പേരുകൾ ഇടുന്നതാണ്. ആ പേരുകളുടെ കൂട്ടത്തിൽ വരുന്ന ഒന്നാണ് ഈ ഹാഫ് മാർഷൽ സെയിന്റ്. ഗ്രാൻഡ് മാസ്റ്ററിൽ നിന്ന് മാർക്യൂസിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ 10-20 ലെവലുകളുണ്ട്. ആ ലെവലുകൾ പോലെ തന്നെയാണ് മാർക്യൂസിൽ നിന്ന് മാർഷൽ സെയിന്റിലേക്കുള്ള ലെവലുകൾ. ഫലത്തിൽ ഒരു മാർക്യൂസായ മാർക്ക് മാർഷൽ സെയിന്റായ സെങ്ചിയെ ഇടിച്ച് താഴെ ഇട്ടതാണെന്ന് സകലർക്കും അറിയാം. ഹാഫ് ഓഫ് മാർഷൽ സെയിന്റ് എന്നുള്ള ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്ന മാർക്ക് മാർഷൽ സെയിന്റായ സെങ്ചിയെ തോൽപ്പിച്ചു എന്ന യാഥാർത്ഥ്യം പെട്ടെന്ന് തന്നെ മാർഷൽ ഫോറം വഴി ലോകം മുഴുവൻ അറിയുകയാണ്. മാർക്കിനെയും കൊണ്ട് ഗൂഷിങ്ങും കൂട്ടരും ജിങ്ദു മാർഷൽ അസോസിയേഷനകത്തേക്ക് കടക്കുമ്പോൾ ഈ വാർത്ത സകലരും അറിഞ്ഞു കഴിഞ്ഞു. ജിങ്ദു മാർഷൽ അസോസിയേഷൻ മാർക്ക് ഫെല്ലറെ പിടികൂടിയത് എവിടെ വെച്ചാണെന്നും എങ്ങനെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് പോസ്റ്റുകളായി വരുന്നത്. ആ പോസ്റ്റിലെ കാര്യങ്ങൾ വായിച്ച ജിന്യാവോ ബ്ലാക്ക് വല്ലാതെ ഞെട്ടിയെന്ന് പറയാം. അവൻ ഇതുവരെയും ഒരു സെക്ലൂഷനിലായിരുന്നു, ഒറ്റയ്ക്ക് പരിശീലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലാണ് ജിന്യാവോ പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്ന ജിന്യാവോ അവൻ്റെ അച്ഛൻ ഷാങ്ഹായിയോട് പറഞ്ഞത് അവൻ ശരിക്കും ശക്തി നേടിയെന്നാണ്. അത് കേട്ടപ്പോൾ ഷാങ്ഹായി ഒരൊറ്റ ചോദ്യമേ ജിന്യാവോട് ചോദിച്ചിരുന്നുള്ളൂ, നീ മാർക്കിനേക്കാൾ ശക്തി നേടിയോ? ആ ചോദ്യത്തിന് അന്ന് ജിന്യാവോയ്ക്ക് ഒരു ഉത്തരം പറയാനുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ വാർത്ത കണ്ടതും ജിന്യാവോയ്ക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. അവനിതാ ആദ്യമായി സ്വയം സമ്മതിച്ചു പോവുകയാണ്, അവനേക്കാൾ മുകളിലാണ് മാർക്ക് ഫെല്ലർ. ഒരു മാർഷൽ സെയിന്റിനെ പരസ്യമായി ഇടിച്ചു തോൽപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല, പക്ഷെ മാർക്ക് ഫെല്ലർക്ക് പറ്റും. മാർക്ക് ആ കാര്യം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. യാവോ മെങ്ങും കോങ് യാനിക്ക് ഉൾപ്പെടെ സകലരും ഈ വാർത്ത അറിഞ്ഞു. കോങ് യാനിക്കിന് ആദ്യമേ തന്നെ മാർക്കിനോട് ഒരു എതിർപ്പുണ്ടായിരുന്നു. കാലക്രമേണ എവിടെയൊക്കെ വെച്ച് കോങ് യാനിക്ക് മാർക്കുമായി ഒന്ന് പൊരുത്തപ്പെട്ടിരുന്നു. ഇപ്പൊ ഇതാ കഥകളൊക്കെ അറിയുകയാണ്. ആ സ്റ്റോൺ മൈനിന്റെ അടുത്ത് വെച്ച് നടന്ന സംഘടനത്തിൽ ആ കള്ളത്തൊപ്പി വെച്ച് പങ്കെടുത്ത വ്യക്തി മാർക്ക് ഫെല്ലർ ആയിരുന്നു എന്നുള്ള കഥകളാണ് പതുക്കെ പുറത്തു വരുന്നത്. മാർക്ക് ഫെല്ലർ കുറെ നാളായി അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കോങ് യാനിക്കും യാവോ മെങ്ങും ഷുവാൻ ടെങ്ങൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ അവർക്കൊക്കെ വല്ലാത്തൊരു അതിശയം. ഷുവാൻ ടെങ് ശരിക്കും ആവേശത്തിലാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇതാ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലെ ഒരു മാർഷൽ സെയിന്റിനെ പരസ്യമായി ഇടിച്ച് പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെതായ ഒരു ആവേശം ആ ടീമിന് മുഴുവനുണ്ട്. മാർക്ക് അവർക്കൊപ്പം നിന്നാണ് ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലെ ആളുകളോട് ഉടക്കിയതും അവരെ എതിരിട്ടതും. അതുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലറെ അങ്ങനെ അങ്ങ് ജിങ്ദു മാർഷൽ അസോസിയേഷന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് അവർ പരസ്പരം സംസാരിക്കുകയാണ്. യാവോ മെങ് എല്ലാവരോടും പറഞ്ഞു, അതെ, നമ്മൾ കൂട്ടായി ആലോചിച്ച് ഒരു കാര്യം ചെയ്യണം. മാർക്കിനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. മാർക്ക് ഇപ്പോൾ അവരുടെ ഒരു നേതാവായി മാറുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറെ ജിങ്ദു മാർഷൽ അസോസിയേഷൻ എത്തിച്ചത് ഒരു പ്രിസണിലാണ്. എമിലി ബ്ലാക്ക് കിടന്ന അതേ മുറിയിൽ മാർക്കിനെ അവരെത്തിച്ചു. 2 മാർഷൽ സെയിന്റുകളാണ് മാർക്കിനെ ആ മുറിയിലേക്ക് കൊണ്ടുവന്നത്. സാധാരണഗതിയിൽ അവിടെ തടവുകാരെ കൊണ്ടുവരുമ്പോഴൊന്നും മാർഷൽ സെയിന്റുകൾ രംഗത്ത് വരാറില്ല. മാർക്ക് ഫെല്ലറെ 2 മാർഷൽ സെയിന്റുകൾ അവിടെ എത്തിക്കുമ്പോൾ തന്നെ മറ്റു പ്രിസണേഴ്സ് അമ്പരപ്പോടെയാണ് ആ കാഴ്ച കണ്ടത്. മാർക്ക് ഫെല്ലർ പിടിയിലായി. അവർ പലർക്കും മാർക്ക് ഫെല്ലറെ ഇപ്പൊ അറിയാം. എമിലി ബ്ലാക്കിനെ തേടി മാർക്ക് അവിടെ വന്നപ്പോൾ അവർ പലരും അന്ന് ഉണ്ടായിരുന്നു. എമിലി കിടന്ന അതേ സെല്ലിൽ മാർക്കിനെ കൊണ്ടുവന്നതും മാർക്ക് ആ സെല്ലിലെ സംഭവങ്ങൾ കണ്ടു. എമിലിയുടെ ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റാനായി അവിടെ സ്ഥാപിച്ചിരുന്ന ആ ട്യൂബുകളെല്ലാം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. മാർക്കിന് അത് കണ്ടപ്പോൾ ശരിക്കും ദേഷ്യം വരികയാണ്. പക്ഷേ മാർക്കിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മാർക്കിന്റെ ബോഡി വളരെ വളരെ വീക്കായിട്ടുണ്ട്. ആ മാർഷൽ സെയിന്റുമായിട്ടുള്ള ഫൈറ്റ് മാർക്കിന്റെ എൻറ്റയർ ഊർജ്ജത്തെയും ചോർത്തിക്കളഞ്ഞെന്ന് പറയാം. മാർക്കിന് ശരിക്കും ആ ഊർജ്ജം തിരിച്ചു കിട്ടണമെങ്കിൽ നന്നായി റെസ്റ്റ് എടുക്കേണ്ടി വരും. മാർക്ക് ഫെല്ലർ ജയിലടച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 10-20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജിന്യാവോ ബ്ലാക്ക്
ഗൂഷിങ്ങിന്റെ മുറിയിലെത്തി. ജിനാവോ ഒരു ആവശ്യമായിട്ടാണ് ഗൂഷിങ്ങിന്റെ അടുത്തെത്തിയത്. ആ ആവശ്യം കേട്ടതും ഗൂഷിങ് ജിനാവോടൊപ്പം ആ ജിങ്ദു മാർഷൽസ് അസോസിയേഷന്റെ ജയിലുള്ള ഭാഗത്തേക്ക് വന്നു. ആ ജയിലിലെ ഗേറ്റ് തുറന്ന് അവർ രണ്ടുപേരും കൂടി മാർക്ക് ഫെല്ലറുടെ ആ പ്രിസൺ മുറിയുടെ മുന്നിലെത്തിയതും ജിനാവോ മാർക്കിനെ കണ്ടെന്ന് ചിരിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ, ഈ ഒരു സാഹചര്യം നീ ഒരിക്കലും വിഷ്വലൈസ് ചെയ്തിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ഏയ് ജിനാവോ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് പറ. മാർക്ക് ഫെല്ലർ, ഞാൻ ഒരു കഥ കേട്ടായിരുന്നു. നീ ഒരു മാസ്റ്റർ സെന്നിനെ പരാജയപ്പെടുത്തിയ കഥയാണ് ഞാൻ കേട്ടത്. അത് സത്യമാണോ? ഏയ് ജിനാവോ, നിനക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നീ ആ ഗൂഷിങ്ങിനോട് ചോദിച്ചു മനസ്സിലാക്ക്. മാർക്ക്, നീ ദേഷ്യപ്പെടാൻ വേണ്ടി ഞാൻ ചോദിച്ചൊന്നുമല്ല. നിന്റെ ശക്തി എന്താണെന്നറിയാൻ എനിക്കൊരു താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് ജിനാവോ ഗൂഷിങ്ങിനെ ഒന്ന് നോക്കിയതും ഗൂഷിങ്ങിനൊപ്പമുള്ള രണ്ടാളുകൾ മാർക്കിന്റെ ആ മുറിയിലേക്ക് കയറി. എണീറ്റ് നിൽക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന മാർക്ക് ഫെല്ലറെ അവർ അതിവേഗം അവിടെയുള്ള ട്യൂബുകളിലേക്ക് ഘടിപ്പിച്ചു. 18 ട്യൂബുകളാണ് മാർക്കിന്റെ ബോഡിയിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടത്. ആ ട്യൂബുകളൊക്കെ കണക്ട് ചെയ്യപ്പെട്ടതും ജിനാവോ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നീ ശരിക്കും ഭാഗ്യം ചെയ്ത ആളാണ്. നിന്റെ എല്ലാമായ എമിലി ബ്ലാക്ക് ഉപയോഗിച്ചിരുന്ന അതേ ട്യൂബുകൾ തന്നെ നിനക്കും ഉപയോഗിക്കാൻ ഇത് അവസരം ഉണ്ടായിരിക്കുകയാണ്. ഗൂഷിങ്, ആ എമിലി ഈ ട്യൂബിൽ കിടക്കുമ്പോൾ ശരിക്കും വേദന അനുഭവിച്ചു കാണും അല്ലേ? അത് കേട്ടതും ഗൂഷിങ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേയ് ജിനാവോ, അതെന്ത് ചോദ്യമാണ്? അവള് വേദന കൊണ്ട് പിടയുന്നത് ഞാൻ എൻ്റെ ഈ 2 നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. എന്തൊരു പിടച്ചിലായിരുന്നു അവൾ. മാർക്കിനെ സങ്കടപ്പെടുത്താനായി, അസ്വസ്ഥപ്പെടുത്താനായി ഗൂഷിങ്ങും ജിനാവോയും അങ്ങനെ മാറി തിരിഞ്ഞും അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ജിനാവോയോട് പറഞ്ഞു, ജിനാവോ, നീ എന്താന്ന് വെച്ചാ ചെയ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ജിനാവോ ആ പ്രിസണകത്തുള്ള ആ ചെറുപ്പക്കാരെ ഒന്ന് നോക്കി. അടുത്ത നിമിഷത്തിൽ ആ മെഷീനിലൊക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. മാർക്കിനെ ഘടിപ്പിച്ചിരിക്കുന്ന ആ ട്യൂബുകളിലേക്ക് മാർക്കിന്റെ ബോഡിയിൽ നിന്ന് പതുക്കെ രക്തം കയറി തുടങ്ങി. 18 ട്യൂബുകൾ വഴി ഒരാളുടെ പുറത്തേക്ക് രക്തം അങ്ങനെ ഒഴുകി പോവുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ആ രക്തം മാർക്കിന്റെ ബോഡിയിൽ നിന്ന് അങ്ങനെ ട്യൂബിലേക്ക് കയറുമ്പോൾ മാർക്കിന് സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവപ്പെടുകയാണ്. ആ വേദന മാർക്കിന് അനുഭവപ്പെട്ടപ്പോൾ മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വന്ന മുഖം സാക്ഷാൽ എമിലി ബ്ലാക്കിന്റെ മുഖമാണ്. എമിലി ഏകദേശം 1.5 കൊല്ലക്കാലമാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയായത്. എമിലിയെ കൊല്ല ചെയ്യുകയായിരുന്നുവെന്ന് ഇപ്പോ മാർക്കിന് പൂർണ്ണമായും ബോധ്യമാവുകയാണ്. മാർക്കിന്റെ ബോഡിയിലെ രക്തം ഊറ്റിയെടുക്കുന്നതിന് വേഗത കൂടിയതും മാർക്കിന് അനുഭവപ്പെടുന്ന പെയിനും കൂടി വരികയാണ്. വേദന സഹിക്കഴിയാതെ ഒന്ന് അലറിയ മാർക്ക് ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ശരിക്കും ബോധരഹിതനായി. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.